നമസ്കാരം. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് കോട്ടപ്പടിയിലെ നെടുമ്പാല എസ്റ്റേറ്റിലും കൽപ്പറ്റ എൽസ്റ്റോൺ എസ്റ്റേറ്റിലും മാതൃകാ ടൗൺഷിപ്പ് ഒരുങ്ങും. കൽപ്പറ്റയിൽ 5 സെന്റിലും നെടുമ്പാലയിൽ 10 സെന്റിലും 1000 സ്ക്വയർ ഫീറ്റിലാണ് വീടുകളുടെ നിർമ്മാണം. ടൗൺഷിപ്പിന് പുറത്ത് താമസിക്കണം എന്നാഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് 15 ലക്ഷം നൽകും. ദുരന്തബാധിത കുടുംബങ്ങളുടെ അന്തിമ പട്ടിക ഈ മാസം 25-ന് അകം പുറത്തിറക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കിഫ്ബിയാണ് പ്രോജക്ട് മാനേജ്മെന്റ് കൺസൾട്ടന്റ്. തൊഴിലുടമയുടെ പ്രതിനിധിയായി കിഫ്കോണിനെ ചുമതലപ്പെടുത്തും. ഊരാളുങ്കലിനാണ് നിർമ്മാണ ചുമതല. ദുരന്തത്തിന്റെ 155-ാം ദിവസമാണ് ടൗൺഷിപ്പ് സംബന്ധിച്ച പ്രഖ്യാപനത്തിൽ സർക്കാർ കൂടുതൽ വ്യക്തത വരുത്തുന്നത്. ദുരന്തബാധിതർക്ക് പ്രതീക്ഷ നൽകുന്നതാണോ തീരുമാനങ്ങൾ? ട്രാക്കിലാകുമോ വയനാട് പുനരധിവാസം? പരിശോധിക്കുന്നു. സ്വാഗതം. എനിക്കൊപ്പം ഈ ചർച്ചയിൽ സമരസമിതിയെ പ്രതിനിധീകരിച്ച് ശ്രീ മൻസൂർ പങ്കെടുക്കും. ഒപ്പം ആയുർ ബിജു ഇടത് സഹയാത്രികൻ, സംഷാദ് മരക്കാർ കോൺഗ്രസ് പ്രതിനിധി, അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് BJP പ്രതിനിധി എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ മൻസൂർ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. മൻസൂർ, ഈ കേരളത്തെ നടുക്കിയ ദുരന്തത്തിന്റെ 155-ാം ദിവസമാണ് സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ് ടൗൺഷിപ്പ് എന്നത്. അതിന്റെ കൂടുതൽ വ്യക്തത വരുത്തുന്നത് നിങ്ങളെ സംബന്ധിച്ച് പ്രതീക്ഷ നൽകുന്നതാണോ ഇന്നത്തെ പ്രഖ്യാപനങ്ങൾ? ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞങ്ങളിത് കണ്ടിട്ടുള്ളത് ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. പക്ഷെ നിർഭാഗ്യവശാല് നമ്മുടെ കൽപ്പറ്റ എൽസ്റ്റോൺ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഭൂമി 5 സെന്റ് അവിടെ ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് തീർത്തും നിരാശാജനകമാണ്. പിന്നെ ദുരന്തബാധിതർക്ക് വലിയ പ്രയാസമാണ് അത് ഉണ്ടാക്കുന്നത്. കാരണം 5 സെന്റ് ഭൂമിയിലെ ഒരു പര 1000 സ്ക്വയർ ഫീറ്റ് പൊര എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു വസ്തുതയല്ല. അപ്പം തീർച്ചയായിട്ടും അതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. ബന്ധപ്പെട്ട ആളുകളെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നാളെ മുതൽ അറിയിക്കുന്നുണ്ട്. വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇന്നത് നമ്മൾ മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവന കണ്ടിട്ടുള്ളത്. പക്ഷെ ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ നമുക്ക് അത് വലിയ വിഷമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ദുരന്തബാധിതർക്ക്. ഈ കൽപ്പറ്റയിലാണ് 5 സെന്റ്, നെടുമ്പാലയിൽ 10 സെന്റ്. അങ്ങനെ ഒരു വ്യത്യാസം വന്നതാണോ നിങ്ങളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? അതൊരു വ്യത്യാസം വന്ന് ദുരന്തബാധിതര് എന്തായാലും ദുരന്തം വന്നുപോയി. ഈ ദുരന്തബാധിതരെ 2 തരമായിട്ട് തിരിക്കുന്നത് തന്നെ വലിയ പ്രയാസമാണ്. മിനിമം 10 സെന്റ് 15 സെന്റ് ഭൂമിയെങ്കിലും ഞങ്ങൾക്ക് വേണം എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെട്ട് കൊണ്ടിരിക്കുന്നത്. അതിനിടക്കാണ് 5 സെന്റ് ഭൂമിയിൽ 1000 സ്ക്വയർ ഫീറ്റ് വീട് എന്നുള്ളത് അത് ഊഹിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ്. ഈ മറ്റ് ജീവിതമാർഗങ്ങൾ അടയും എന്താണ് ഈ വസ്തു കുറച്ചുകൂടി വേണം എന്നത്? കൃഷി എന്ന നിങ്ങളുടെ വരുമാന മാർഗം അതാണോ നിങ്ങളുടെ ബുദ്ധിമുട്ട്? അതിപ്പോൾ 10 സെന്റ് ആയാലും പരിഹരിക്കാൻ കഴിയുന്നതല്ലല്ലോ. അല്ല, 10 സെന്റ് ഭൂമി എന്ന് പറയുന്നത് നമുക്കറിയാലോ. 5 സെന്റ് ഭൂമിയിൽ 1000 സ്ക്വയർ ഫീറ്റ് വീട് വെക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന പ്രയാസം, അതിൽ കുറെ പ്രയാസങ്ങൾ വരുന്നുണ്ട്. 10 സെന്റ് ഭൂമി മിനിമം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സംവിധാനമാണത്. 5 സെന്റ് എന്നുള്ളത് നമുക്കത് ആലോചിക്കാൻ കഴിയാത്തൊരു സംവിധാനമാണത്. ഇത് സമരസമിതിയുടെ എല്ലാവരുടെയും അഭിപ്രായമാണോ, അതോ ഇതിൽ നിങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നതകളുണ്ടോ? അഭിപ്രായ ഭിന്നതന്റെ ആവശ്യമില്ല. ദുരന്ത ബാധിതരുടെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ സമരസമിതി ചെയർമാനാണ് ഞാന്. ദുരന്ത ബാധിതരായിട്ടുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായമാണ് ഇത്. ഇത് സർക്കാർ ആദ്യം തന്നെ നമ്മൾക്ക് പറഞ്ഞത് 10 സെന്റ് വീതം 2 ടൗൺഷിപ്പിലായിട്ട് കൊടുക്കുമെന്നുള്ളതാണ്. പക്ഷെ അത് ഇന്ന് 5 സെന്റ് ആക്കിയതിൽ വലിയ പ്രയാസമുണ്ട്. ഈ നെടുമ്പാലയിലും കൽപ്പറ്റയിലും ഉള്ള വ്യത്യാസം എന്നാൽ അത് ഭൂമിശാസ്ത്രപരമായുള്ള വ്യത്യാസമാണ്, ഭൂമിയുടെ മൂല്യത്തിലുള്ള വ്യത്യാസമാണ്. അത് കണക്കിലെടുത്തുകൊണ്ടാണ് ഈ 5 സെന്റും 10 സെന്റും എന്ന തരത്തിൽ തിരിക്കുന്നത്. കൽപ്പറ്റ കുറച്ചുകൂടി ഭൂമിക്ക് മൂല്യമുള്ള ഇടമായതുകൊണ്ടാണ്. അല്ല മാഡം, അത് നമ്മള് വീട് വെക്കുന്ന സമയത്ത് നമുക്ക് വീട് വെക്കുന്ന സമയത്തുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലോ. നമ്മൾ ഈ 5 സെന്റിൽ 5 സെന്റും അതുപോലെ ഈ വീടുകളിലൊക്കെ അതിനൊക്കെ 10 സെന്റും 15 സെന്റും ഒക്കെ സ്ഥലത്ത് വീട് വെച്ച് താമസിച്ച ആളുകളാണ് ഈ ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾ. നമ്മളെ പ്രയാസം ഒരു പ്രശ്നം കൊണ്ട് വന്നതല്ലല്ലോ ദുരന്തം.
ഒരു സുപ്രഭാതത്തിൽ നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് ദുരന്തം വന്നു, ഞങ്ങളെല്ലാം സർവ്വതും നഷ്ടപ്പെട്ടു. പക്ഷെ അന്ന് സർക്കാർ ഞങ്ങളെ ചേർത്ത് പിടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വരെയും നമ്മളത് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നിന്നിട്ടുള്ളത്. പക്ഷേ ഈ തീരുമാനം ഫൈനലൈസ് ചെയ്തപ്പോൾ 5 സെന്റ് എന്ന് പറഞ്ഞപ്പോൾ നമുക്കതിൽ വലിയ പ്രയാസമുണ്ട് ദുരന്തബാധിതർക്ക്. ഇപ്പോൾ കിടപ്പാട് നഷ്ടപ്പെട്ട എല്ലാവരെയും ഒരിടത്ത് പുനരധിവസിപ്പിക്കുക എന്നതാണല്ലോ സർക്കാർ ലക്ഷ്യമിടുന്നത്. അപ്പോൾ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഈ ആവശ്യം അത് സാധ്യമാകുമോ? അതിന്റെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കേണ്ടതല്ലേ? പ്രായോഗിക ബുദ്ധിമുട്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൂമിയും കിടപ്പാടും നഷ്ടപ്പെട്ട ആളുകളാണ് ഈ ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾ. ഇവരെ പുനരധിവസിപ്പിക്കേണ്ട ബാധ്യത സർക്കാർ സംവിധാനത്തിനുണ്ടല്ലോ. അപ്പൊ സർക്കാർ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി സ്വീകരിക്കുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇതിപ്പോ നിങ്ങൾ പലരും അവിടെ കൃഷി ഉപജീവന മാർഗമാക്കിയവരാണ്, കാലികളെ വളർത്തി അത് ഉപജീവന മാർഗമാക്കിയവർ ഉണ്ട് ഈ ദുരന്തബാധിതരിൽ. പക്ഷെ നോക്കൂ, ഇവിടെ ഇപ്പോൾ ഉപജീവനം അതിന് മറ്റൊരു മാർഗം ഈ ടൗൺഷിപ്പിൽ തന്നെ സാധ്യമാക്കുക എന്നത് സർക്കാർ ലക്ഷ്യമിടുന്നു. അപ്പോൾ അങ്ങനെ ഒരു ബാധ്യത നിങ്ങൾക്കുണ്ടാകുന്നില്ല. അവിടെ ഉപജീവനം എങ്ങനെയെന്ന് സാധ്യമാകും എന്ന തരത്തിലൊരു ആശങ്ക വേണ്ട. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഈ ഭൂമി അതിന്റെ അളവ് അതൊരു പ്രശ്നമാകുമോ? ഭൂമിയുടെ അളവും ഉപജീവനവും തമ്മിൽ പ്രശ്നമുണ്ട്. ഭൂമിയുടെ അളവ് നമ്മൾ നമുക്ക് ഒരു സർക്കാർ നമ്മൾ സ്വന്തമായിട്ടൊരു പുര വെക്കുകയാണെങ്കിൽ തന്നെ 5 സെന്റ് ഭൂമിയിൽ എന്തായാലും പുര വെക്കൂലല്ലോ. 5 സെന്റ് ഭൂമിയിൽ പുര 1000 സ്ക്വയർ ഫീറ്റ് വീട് എന്ന് പറയുന്നത് കൺജസ്റ്റഡ് ആക്കും. ആ ഏരിയയിലുള്ള കുടുംബത്തിനെ അത് വലിയ തോതിൽ പല പ്രയാസങ്ങൾ അവിടെ ഉണ്ടാകും. മിനിമം 15 സെന്റ് ഭൂമിയിൽ നമുക്ക് ആവശ്യം ഉണ്ട് എന്നാണ് നമ്മൾ അറിയിച്ചിട്ടുള്ളത്. പല വേദികളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, നിവേദനങ്ങളിലൂടെ മന്ത്രിമാരെ അറിയിച്ചിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. അത് കുറഞ്ഞു പോയാൽ ഞങ്ങൾക്ക് പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട് എന്നാണ് പറഞ്ഞിട്ട് വന്നിട്ടുള്ളത്. ഈ ഭൂമി അതിന്റെ അളവ് അത് മാത്രമാണോ ഇന്ന് ആ ടൗൺഷിപ്പ് എങ്ങനെയാകും എന്നതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കൂടി നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ മാത്രമാണോ നിങ്ങൾക്ക് ആശങ്കയുള്ളത്? അതല്ല, ഞങ്ങള് ഇപ്പൊ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിട്ടുണ്ട് 15 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്നുള്ളത്. ടൗൺഷിപ്പുമായിട്ട് സഹകരിക്കാത്ത ആളുകൾക്ക് 15 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 40 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കാരണം ഞങ്ങൾ നഷ്ടപ്പെട്ട വീടുകളൊക്കെ നല്ല വീടുകളാണ് അവിടെ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പൊ സർക്കാർ സംവിധാനത്തില് പുനരധിവാസം നടത്തുമ്പോൾ നമുക്ക് ലോകത്തെ കാണിക്കാൻ വേണ്ടി പുനരധിവാസം നടത്തുന്ന സമയത്ത് ഈ വീട് നഷ്ടപരിഹാരം ആളുകൾക്ക് ഇതിൽ താമസിക്കാൻ ടൗൺഷിപ്പുമായിട്ട് സഹകരിക്കാത്ത ദുരന്ത ബാധിതരുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവുമല്ലോ, ചിലപ്പോൾ കുറച്ച് ഫാമിലി ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അവർക്ക് മതിയായ നഷ്ടപരിഹാരം കൊടുക്കണം. അവരുടെ ഭൂമിയും അവരുടെ ഒരേ നഷ്ടപ്പെട്ടതിന് മതിയായ നഷ്ടപരിഹാരം നൽകി 40 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. മൻസൂർ, ഇപ്പോൾ ഒരു ഭൂമിയുടെ പ്രശ്നം ചൂണ്ടിക്കാട്ടിയല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് വലിയ വീടും ഭൂമിയും ഒക്കെ ഉണ്ടായിരുന്ന പലരും ഈ ദുരന്തത്തിൽപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ എന്താണോ മുണ്ടക്കയിലും ചൂരൽമലയിലും നിങ്ങൾക്കുണ്ടായിരുന്നത് അത് നഷ്ടമാകില്ല എന്നതുകൂടി സർക്കാർ സൂചിപ്പിക്കുന്നുണ്ട്. അതിന് ഉപരിയായിട്ടാണ് ഈ ഒരു പുനരധിവാസം സാധ്യമാകുന്നത്. നമ്മളെ നഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് എന്തായാലും തിരിച്ചു കിട്ടൂലല്ലോ. സ്വന്തം നാട്ടിൽ ജനിച്ചു വളർന്ന ആളുകൾക്ക് നഷ്ടമായത് ഒരു കാരണവശാലും തിരിച്ചു കിട്ടൂല. പക്ഷെ അതിന് മതിയായിട്ടുള്ള പൂർണ്ണമായിട്ടും സർക്കാരിന് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ല. പക്ഷെ അതിന് മതിയായിട്ടുള്ള നഷ്ടപരിഹാരവും പുനരധിവാസവും വേണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആവശ്യം. ശരി, ദയവായി മൻസൂർ ടെലിഫോൺ ലൈനിൽ തുടരുക. ഇപ്പോൾ നമുക്കൊപ്പം മറ്റ് അതിഥികൾ കൂടി ചേരുകയാണ്. കോൺഗ്രസ് പ്രതിനിധി സംഷാദ് മരക്കാർ ഉണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നെ കേൾക്കാമോ? കേൾക്കാം. സംഷാദ്, നേരത്തെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടതാണ് ടൗൺഷിപ്പ് എന്നത്. ഇപ്പോൾ അതിൻ്റെ ഒരു വ്യക്തത വരുത്തിയിരിക്കുകയാണ്. 2 മണിക്കൂർ നീണ്ട മന്ത്രിസഭാ യോഗം അതിൽ തീരുമാനമെടുക്കുകയും ഇന്ന് മുഖ്യമന്ത്രി അത് വാർത്താസമ്മേളനത്തിലൂടെ പ്രഖ്യാപിക്കുകയുമായിരുന്നു. ഇവിടെ സമരസമിതിയുടെ ഭാഗത്തു നിന്ന് ചില അതിൻ്റെ അളവ് സംബന്ധിച്ചുള്ള ചില ബുദ്ധിമുട്ടുകൾ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ ഒരു പക്ഷേ കൂടുതൽ ചർച്ചകൾ സാധ്യമാകുമായിരിക്കും, അതിനുള്ള വഴി തേടുമായിരിക്കും. നാളെ മന്ത്രി കെ രാജൻ ഉൾപ്പെടെ അവിടെ എത്തുന്നുണ്ട്. ഒരു പക്ഷേ കൂടുതൽ നെഗോഷിയേഷൻസ് അതിൽ ഉണ്ടാകുമായിരിക്കും. എന്താണ് നിങ്ങൾ അത് ഒഴിച്ച് നോക്കിക്കാണുന്നത്?
ടൗൺഷിപ്പ് എന്ന പ്രഖ്യാപനം വൈകുന്നു എന്നതുൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ നേരത്തെ സർക്കാരിനെതിരെ ചൂണ്ടിക്കാണിച്ചിരുന്നു പ്രതിപക്ഷം. ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേഗത പോരാ എന്നൊരാരോപണം ഉന്നയിക്കുന്നു. ഇപ്പോൾ ഈ പ്രഖ്യാപനം വരുമ്പോൾ ഇനി കാര്യങ്ങൾ സുഗമമായി മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ആദ്യം മൻസൂർ സമരസമിതിയുടെ ഭാഗത്തു നിന്ന് സംസാരിക്കുകയുണ്ടായി. ഇന്ന് നമ്മളും ആ രീതിയിൽ തന്നെയാണ് അവിടുത്തെ ആളുകൾ നമ്മളോട് സംസാരിക്കുന്നത്. കാരണം നെടുമ്പാല എസ്റ്റേറ്റിൽ 10 സെന്റും എൽസ്റ്റൺ എസ്റ്റേറ്റിൽ 5 സെന്റും എന്നുള്ളത് അവർക്കൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് സർക്കാർ സംവിധാനങ്ങൾ താങ്കൾ പറഞ്ഞതുപോലെ ഇനിയും ചർച്ചകൾക്ക് സാധ്യതകളുണ്ട്. ആ ചർച്ചകൾ വളരെ പോസിറ്റീവായി മുന്നോട്ട് പോകട്ടെ. നമ്മൾ എല്ലാവരും ആത്യന്തികമായി പ്രവർത്തിക്കുന്നത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ അതിജീവിച്ച ആളുകളുടെ പുനരധിവാസം ഏറ്റവും ആത്മാർത്ഥമായി, സുതാര്യമായി, മാതൃകാപരമായി നടത്തുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ഇതിന്റെ കൺസിഡറേഷൻ അല്ലെങ്കിൽ കൺസൾട്ടേഷൻ എന്ന് പറയുന്നതിന്റെ പരിഗണന കൊടുക്കേണ്ടത് ദുരന്തത്തെ അതിജീവിച്ചു വന്നവർക്ക് തന്നെയാണ്. അവരുടെ അഭിപ്രായത്തിനാണ് നമ്മൾ കൂടുതൽ വില കൽപ്പിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ അവരുമായുള്ള ചർച്ചകളിൽ അവരുടെ ആശങ്കകൾ പരിഹരിക്കപ്പെടട്ടെ. പരമാവധി അത് എനിക്ക് തോന്നുന്നത് മുട്ടിൽ വെച്ച് നടന്ന ചീഫ് സെക്രട്ടറി ശ്രീ വേണുയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് മുണ്ടക്കൈ ചൂരൽമല നിവാസികൾ അവരുടെ ആവശ്യം എന്നുള്ള രീതിയിൽ 15 സെന്റ് സ്ഥലമെങ്കിലും മിനിമം ആവശ്യമുണ്ട് എന്നുള്ള അവരുടെ ഒരു കാര്യം അറിയിച്ചത്. അതിന് അനുകൂലമായി ഉള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നും ചർച്ചയുടെ ഭാഗമായി പരിഗണിക്കാമെന്നും പറയുകയുണ്ടായി. പക്ഷെ അത് ഇപ്പോൾ വന്നപ്പോൾ 10 സെന്റ് എന്നുള്ളത് നെടുമ്പാലയിലും 5 സെന്റ് എന്ന് എൽസ്റ്റണിലും ഉള്ളത്. അതാണ് അവരുടെ ഒരാശങ്ക എന്ന് പറയുന്നത്. ഇനി താങ്കൾ നേരത്തെ ചോദിച്ചതുപോലെ പുനരധിവാസം വൈകുന്നു എന്നുള്ള ആക്ഷേപം. ഇന്ന് 5 മാസം പൂർത്തിയായിരിക്കുന്നു. പുനരധിവാസത്തിന്റെ DPR അല്ലെങ്കിൽ ഒരു 3D ചിത്രമാണ് ഇന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് അവതരിപ്പിച്ചത്. വളരെ മനോഹരമായ, കാണാൻ ഏറ്റവും ഭംഗിയുള്ള രീതിയിൽ തന്നെയാണ് അതിന്റെ വിഷ്വലൈസേഷൻ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ വിഷ്വലൈസേഷൻ ഉണ്ടാവുന്നതിനോടൊപ്പം തന്നെ ഇനി ഈ മാസം 25-ാം തീയതിയാണ് അടുത്ത ഗുണഭോക്താക്കളുടെ പട്ടിക, ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ച പട്ടിക തെറ്റ് തിരുത്തി രണ്ടാമത് പ്രഖ്യാപിക്കുന്നത് ഈ ജനുവരി 25-നാണെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് അതിന്റെ ആക്ഷേപം സ്വീകരിക്കുക എന്ന് പറയുന്നത് 15 ദിവസം. അപ്പോൾ ഏകദേശം ഫെബ്രുവരി പകുതിയോടുകൂടി ഗുണഭോക്തൃ പട്ടിക വരും എന്ന് പ്രതീക്ഷിക്കുന്നു. തെറ്റുകൾ ഇനി ആവർത്തിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഫെബ്രുവരി കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ സർക്കാരിന്റെ സമയനിഷ്ഠ എങ്ങനെയാണ്, എപ്പോഴാണ് നമ്മൾ ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോകുന്നത്, എത്ര കാലം കൊണ്ട് നമുക്കിത് പൂർത്തിയാക്കാൻ പറ്റും എന്നുള്ളത് മുണ്ടക്കൈക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചോദ്യമാണ്. അത് വളരെ വേഗത്തിൽ പൂർത്തിയാക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ മുന്നിലുള്ളതും അത് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. കാരണം അത് വളരെ പെട്ടെന്ന് പൂർത്തിയാക്കുക എന്ന് പറയുന്നത് ഇവർ വാടക വീടുകളിൽ പല സ്ഥലങ്ങളിൽ വിവിധ പ്രദേശങ്ങളിൽ ജില്ലയുടെ പല മേഖലകളിൽ താമസിക്കുകയാണ്. ഇവർ ഒരുമിച്ച് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ്. താങ്കൾ നേരത്തെ മൻസൂറിനോട് ചോദിച്ചൊരു ചോദ്യം ഉപജീവനവുമായി ബന്ധപ്പെട്ടാണ്. ആ ഉപജീവനത്തിന് ബന്ധപ്പെട്ട് ഈ പദ്ധതിയിൽ എന്താണ് സർക്കാർ നൽകുന്ന വിശദീകരണം എന്നുള്ളതാണ്. കാരണം അവിടെ ഉപജീവനം നടത്തിയിരുന്ന ആളുകൾ എല്ലാവരും ഈ പറയുന്ന പല മേഖലകളിലാണ്. അവർ നല്ല കർഷക മേഖലയാണ്, കാർഷിക മേഖല, പ്രത്യേകിച്ച് ഏലകൃഷി അടക്കമുള്ള അവരുടെ കാർഷിക ഭൂമി മുഴുവനായി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെ ഉപജീവന മാർഗം നമ്മൾ എങ്ങനെയാണ് തിരിച്ചു നൽകാൻ ഉദ്ദേശിക്കുന്നത്? 2, അവിടുത്തെ ചെറുപ്പക്കാർ അധികവും ജീപ്പ് ഡ്രൈവർമാരാണ്, ഓഫ് റോഡ് ഡ്രൈവേഴ്സ് ആയിട്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. ഇതുവരെ സർക്കാർ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തോ? ഈ പുനരധിവാസ പദ്ധതി അവതരിപ്പിക്കുമ്പോൾ അതിനകത്ത് വീടുണ്ട്, മറ്റുള്ള കളിസ്ഥലം, പ്രൈമറി ഹെൽത്ത് സെന്റർ, അംഗൻവാടി, പബ്ലിക് സ്പേസുകളൊക്കെ ഉണ്ട്. അതൊന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. അത് വീടിന്റെ പുനരധിവാസത്തിന്റെ ഭാഗമാണ്. അതിലെ ആക്ഷേപം ഭൂമിയുമായി ബന്ധപ്പെട്ടതാണ്. 2, ഇവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഈ ഒരു ടൗൺഷിപ്പിനകത്ത് വാടക മുറി കൊടുക്കുക എന്നുള്ളത് മാത്രമാവരുത്. കാരണം 55 ആളുകളാണ് അവിടെ വാടകയ്ക്കോ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ നടത്തിയോ ജീവിച്ച വ്യാപാരികൾ ഉണ്ടായിരുന്നത്. 96 പേർക്ക് നഷ്ടം വന്ന വ്യാപാരികൾ, പൂർണ്ണമായി തകർന്നത് 55. ബാക്കിയുള്ള ആളുകളുടെ ഉപജീവന മാർഗത്തിന് നമ്മൾ എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? അത് സർക്കാർ വ്യക്തമാക്കണം. കാരണം അത് വിവിധ രീതിയിലാണ്. കൃഷിഭൂമിയിൽ നഷ്ടപ്പെട്ട ആളുകൾ, അവർക്ക് എങ്ങനെയാണ് നമ്മൾ കോമ്പൻസേഷൻ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ജീപ്പ് നഷ്ടപ്പെട്ട ആളുകൾ, ഓട്ടോറിക്ഷകൾ നഷ്ടപ്പെട്ട ആളുകൾ, മറ്റു വരുമാന മാർഗം നഷ്ടപ്പെട്ട ആളുകൾ, അവിടെ മില്ല് തകർന്നു പോയ ആളുകൾ, അങ്ങനെ പല ആളുകളുണ്ട്. അവരുടെ ഉപജീവന മാർഗത്തിന്റെ പുനരധിവാസ പ്ലാൻ എന്താണ്? ഇത് വീടിന്റെയാണ്, ഞാൻ അംഗീകരിക്കുന്നു. ഇവരുടെ ഉപജീവന മാർഗത്തിന്റെ പ്ലാൻ എന്താണെന്ന് സർക്കാർ വ്യക്തമാക്കണം. കാരണം ഈ സമയം വരെ ഉപജീവനവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പദ്ധതിയും മുണ്ടക്കൈ ചൂരൽമല നിവാസികൾക്ക് നൽകിയിട്ടില്ല.
അപ്പോൾ സുമനസ്സുകളായ കുറെ ആളുകൾ ചേർന്ന് ഇവർക്ക് വാഹനങ്ങൾ നൽകുകയും താൽക്കാലികമായിട്ട് ശ്രീ MSME ഷംസാദ് മരക്കാർ, യൂണിറ്റുകൾ നൽകുകയും ചെയ്തു. ഉപജീവനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇത് പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ളതാണ്, ഉപജീവനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി മെൻഷൻ ചെയ്തു പോകുന്നുണ്ട്. ദുരന്തബാധിത കുടുംബങ്ങളിലെ അന്തിമ ലിസ്റ്റ് പുറത്തിറക്കും എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ഉപജീവന മാർഗം ഒരുക്കുന്നതിനായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ മൈക്രോ പ്ലാൻ സർവേ നടത്തി 10, 11, 12 വാർഡുകളിൽ പെടുന്ന 4658 പേർ അടങ്ങുന്ന 1084 കുടുംബങ്ങളെ ഉൾപ്പെടുത്തിയാണ് ഈ മൈക്രോ പ്ലാൻ സർവേ തയ്യാറാക്കിയത്. ഇതിൽ 79 പേർ മൃഗസംരക്ഷണ മേഖല തെരഞ്ഞെടുത്തു, 192 പേർ കാർഷിക മേഖല, 1034 പേർ സൂക്ഷ്മ സംരംഭങ്ങൾ, 585 പേർ മറ്റു വരുമാനങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളും തെരഞ്ഞെടുത്തു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സർക്കാരിനൊരു ലക്ഷ്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട അവരുടെ തന്നെ ഇഷ്ടം എന്താണ് എന്നറിഞ്ഞ് അതിൽ ഒരു പദ്ധതി വിഭാവനം ചെയ്യുകയാണ്. അതിനൊക്കെ സമയമെടുക്കും. എന്തായാലും അക്കാര്യങ്ങളും സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. അത് അങ്ങനെ വരുമ്പോൾ ഈ ഭൂമി എന്നത് ഒരു പ്രശ്നമായി വരേണ്ടതുണ്ടോ? നമുക്കറിയാം, പല നമ്മുടെ സംസ്ഥാനത്തുണ്ടാകുന്ന ഓരോ ദുരന്തവും അത് എല്ലാവരുടെയും വേദനയാണ്, അതിനെ ഒരുപോലെ തന്നെ കാണേണ്ടതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പോലും വയനാട് ദുരന്തത്തിന് അതിതീവ്ര ദുരന്തമായി തന്നെ കണ്ടുകൊണ്ട് സംസ്ഥാന സർക്കാരും ഇളവുകൾ ചെയ്യുന്നുണ്ട്. ലൈഫ് മിഷനിൽ വെക്കുന്ന വീട് മാതൃകയിലല്ലല്ലോ നമ്മൾ ഈ വീട് അനുവദിക്കുന്നത്. ഈ ടൗൺഷിപ്പിൽ നിന്ന് മാറിപ്പോകണം എന്നുള്ളവർക്ക് 15 ലക്ഷം രൂപ നൽകുമെന്നത് മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നു. സാധാരണ അതിൽ 10 ലക്ഷം മാത്രം നൽകാനാണ് അനുമതിയുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കൺസിഡറേഷൻ, അല്ലെങ്കിൽ കൺസിഡറേഷൻ എന്നല്ല, അങ്ങനെയുള്ള ഒരു സമീപനം സർക്കാർ ഈ വിഷയത്തിൽ എടുക്കുന്നില്ല. അത് കാണാതിരിക്കേണ്ടതുണ്ടോ? താങ്കൾ മൈക്രോ പ്ലാൻ കണ്ടായിരുന്നോ? എന്റെ അങ്കർ എന്ന രീതിയിൽ താങ്കൾ ആ മൈക്രോ പ്ലാൻ കണ്ടിരുന്നോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്കറിയില്ല താങ്കൾ അത് കണ്ടിട്ടുണ്ടോ എന്നുള്ളത്. ആ മൈക്രോ ഇന്ന് പറഞ്ഞത് ഞാൻ പ്ലാൻ കണ്ടു എന്നല്ല, മുഖ്യമന്ത്രി ഇന്ന് വിശദീകരിച്ചത്, വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ച കാര്യമാണ് പറഞ്ഞത്. ശരി. ഈ 4000 ചില്ലറ ആളുകൾക്ക് അവിടെ എത്ര പേര് നാളിതുവരെ ക്ഷീരകർഷകരായി ഉണ്ടായിരുന്നു എന്നും അവരുടെ ഉപജീവന മാർഗം എന്താണ് എന്നുള്ളത് ആ മൈക്രോ പ്ലാനിൽ ഇല്ല. 1. 2, ആ മൈക്രോ പ്ലാൻ എന്ന് പറയുന്നത് ഇനി അവിടെയുള്ള ആളുകൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള ചോദ്യമാണ്. ഞാൻ താങ്കളോട് ചോദിക്കുന്ന ചോദ്യം, അവരുടെ ഒരു നഷ്ടമുണ്ട് അവിടെ. അവരുടെ നഷ്ടം എന്ന് പറയുന്നത്, ഞാൻ കണക്ക് പറഞ്ഞല്ലോ, 96 വ്യാപാര സ്ഥാപനങ്ങൾ തകർന്നുപോയി, 55 പൂർണ്ണമായി തകർന്നുപോയി. ആ ആളുകൾ എന്തു ചെയ്യണം? അവർ മൈക്രോ പ്ലാനിൽ ഞങ്ങൾ ക്ഷീരകർഷകരാവാന്ന് പറഞ്ഞിട്ടില്ല. 1. അവിടെ നിലവിൽ ഇനി ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു വരാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണോ എന്ന് ചോദിച്ചപ്പോൾ ചില ആളുകൾ ക്ഷീരമേഖലയിലേക്ക് വരാൻ പറഞ്ഞു, ചില സ്ത്രീകളായ ആളുകൾ തയ്യൽ തൊഴിലാളികളാവാൻ ആവശ്യപ്പെട്ടു. അങ്ങനെയൊക്കെ ഉണ്ട്. അവിടെ വലിയ നഷ്ടം സംഭവിച്ച ആളുകളുണ്ട്, വ്യാപാരികളുണ്ട്, കർഷകരുണ്ട്, ക്ഷീര കർഷകരുണ്ട്. ഇവരുടെ ഉപജീവന മാർഗം തിരിച്ചു നൽകുന്നു. ഇനി താങ്കൾ നേരത്തെ പറഞ്ഞ മൈക്രോ പ്ലാനകത്ത് എന്താ ജീപ്പ് എന്ന് പറയുന്ന വസ്തു കാണാത്തത്? ആ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപജീവന മാർഗം നടത്തിയിരുന്നത് ഓഫ് റോഡ് റൈഡേഴ്സ് ആയിട്ടാണ്. 10ഓളം ചെറുപ്പക്കാർക്ക് ഇപ്പൊ ജീപ്പ് അവിടെ ലഭിച്ചു. ആ ജീപ്പ് ലഭിച്ചത് എങ്ങനെയാ? ഓരോ ആളുകൾ സഹായമായി നൽകിയത് കൊണ്ടാണ്. സർക്കാർ എന്തെങ്കിലും ചെയ്തിരുന്നോ? ഇനി ആ ലിസ്റ്റ് സർക്കാരിന് കണ്ടെത്തുക എളുപ്പമല്ലേ? ആ ലിസ്റ്റ് സർക്കാരിന് കണ്ടെത്തുക എന്ന് പറയുന്നത് ദുരന്തബാധിതരുടെ ലിസ്റ്റിനേക്കാൾ വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ കാരണം അതിന് ടാക്സ് അടച്ച, ഓടുന്ന, രജിസ്റ്റേർഡ് ആയ വാഹനങ്ങൾ നഷ്ടപ്പെട്ട ആളുകൾ. ഇതിന് 6 മാസം കാത്തിരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. അവരെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നു. 1. ഇനി താങ്കൾ പറഞ്ഞതുപോലെ 10 ലക്ഷം എന്നുള്ളത് 15 ലക്ഷമാക്കി. ഞാനതില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇനി ഭൂമിയുടെ അളവിൽ എന്തിനാണ് താങ്കൾ ഒരു വേരിയേഷൻ? ഒരു ചെറിയ സ്ഥലം, ഇപ്പൊ 5 സെന്റ് സ്ഥലത്ത് 1000 സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിക്കപ്പെടുമ്പോൾ അവർ പറയുന്ന ഒരു പ്രതിസന്ധി എന്താണ്? അതിന് അവർക്കൊരു മിനിമം ഒരു സ്പേസ് എങ്കിലും കിട്ടണ്ടേ ആ വീടിന് ചുറ്റും? ആ ഒരു സ്പേസ് ആണ് അവർ ചോദിക്കുന്നത്. അല്ലാതെ അവർക്ക് അവരുടെ നഷ്ടം വെച്ച് അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. കാരണം 50 ലക്ഷത്തിന്റെയും 80 ലക്ഷത്തിന്റെയും വീട് നഷ്ടപ്പെട്ട ആളുകളുണ്ട്. അവർ അത് ചോദിച്ചിട്ടില്ലല്ലോ. അവർ ചോദിച്ചത് ആ മിനിമം സ്പേസ് ആണ് അവർ ചോദിക്കുന്നത്. ആ സ്പേസ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് സർക്കാർ വ്യക്തമാക്കുക എന്നുള്ള, അത് നമുക്ക് ചർച്ച നടത്താവുന്ന കാര്യമേ ഉള്ളൂ. ശരി. ചർച്ചയാണ് അക്കാര്യത്തിൽ വേണ്ടത്. ദുരന്ത ബാധിതർക്കൊപ്പമാണ് എന്ന് സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഈ വിഷയങ്ങളിൽ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് എങ്കിൽ അവരെ കേൾക്കുക, അതിന് പരിഹാരം കാണുക എന്നതാണ്. ശ്രീ ആയുർ ബിജു, ഇതിപ്പോൾ പല ഘട്ടങ്ങൾ കടന്ന് നിയമ പോരാട്ടത്തിന് ഒടുവിലാണ് ഭൂമി സംബന്ധിച്ചുള്ള വ്യക്തതയ്ക്ക് ശേഷം ഇപ്പോൾ സർക്കാർ ടൗൺഷിപ്പ് എന്നതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിടുന്നത്. നോക്കൂ, ഇവിടെ ഒരു സമരസമിതി, ദുരന്തബാധിതനും സമരസമിതിയുടെ ചെയർമാനും ആയ മൻസൂർ പറയുന്നു അവർക്ക് ഈ ഭൂമി ഇങ്ങനെ കൊടുക്കുന്നതിൽ അത് പര്യാപ്തമല്ല എന്ന് പറയുന്നു. അത് തന്നെ 2 തരത്തിൽ കൊടുക്കുന്നത്, ദുരന്തബാധിതരെ 2 തരമായി വേർതിരിക്കുന്നത് സ്വീകാര്യമല്ല എന്ന കാര്യം പറയുന്നു.
ഒരു രാത്രി എല്ലാം നഷ്ടപ്പെട്ടവരാണ്. അവരുടേതായ ഒരു കുറ്റവും കൊണ്ടല്ല. ആ ആളുകളെ ഓരോരുത്തരെയും മനസ്സിലാക്കി, അവരുടെ സാഹചര്യം മനസ്സിലാക്കിയുള്ള പ്ലാനിങ്ങോടുകൂടി വേണം പുനരധിവാസം എന്ന ഒരാവശ്യവും അവർ വെക്കുകയാണ്. അപ്പോൾ ഇതിൽ ഇനി കൂടുതൽ ചർച്ചകൾക്ക് സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ കൂടുതൽ ചർച്ച നടത്തി അവരെയും കൂടി പരിഗണിച്ചുകൊണ്ട്, അവരെ മനസ്സിലാക്കിക്കൊണ്ട്, അവരുടെ താല്പര്യം എന്തെന്ന് അറിഞ്ഞുകൊണ്ട് അല്ലേ സർക്കാർ മുന്നോട്ട് പോകേണ്ടത്? അതിനുള്ള സാധ്യതകളുണ്ടോ? ന്യൂസ് 18 ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങളുടെ മുന്നിൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുന്നിൽ ഉള്ളത് വ്യത്യസ്തമായ ആൾക്കാരല്ല. അവിടെ ദുരിതം അനുഭവിക്കുന്ന ഒരു ജനസമൂഹമാണ് ഞങ്ങളുടെ മുന്നിലുള്ളത്. അവരെ സഹായിക്കുക, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക. അതിൽ 15 സെന്റോ അല്ലെങ്കിൽ 20 സെന്റോ എന്നുള്ളതല്ല. സെന്റ് എത്രയും ആകട്ടെ, അടിയന്തരമായി ഇവരെ മാറ്റിപ്പാർപ്പിക്കുക, ഇവർക്ക് ഷെൽട്ടർ ഉണ്ടാക്കുക, ഇവരെ ക്രമവൽക്കരിക്കുക. ഇതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ മുന്നിലുള്ള വിഷയം. അങ്ങനെ 10 സെന്റ് ഇന്നടത്ത് കൊടുക്കുന്നു, 15 സെന്റ് അങ്ങനെ കൊടുക്കുന്നു, അങ്ങനെയല്ല. മൻസൂറിന് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ചില വിഷയങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ചില താല്പര്യങ്ങൾ ഉണ്ടാകാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്, കേരള ഗവൺമെന്റിന് ഒരു താല്പര്യവുമില്ലെന്നേ. വയനാടിൽ ഉണ്ടായ ഇതിൽ ബന്ധപ്പെട്ട് അവിടെ ദുരിതം അനുഭവിക്കുന്ന ജനസാമാന്യത്തെ ക്രമവൽക്കരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ മുന്നിലുള്ളത്. അവരെ അടിയന്തരമായി ക്രമവൽക്കരിക്കുക, അവരെ യഥാസ്ഥാനപ്പെടുത്തുക, അവർക്ക് ആവശ്യമായ ഷെൽട്ടറുകൾ കൊടുക്കുക. അവിടെ 80 ലക്ഷം ഉള്ളവനോ 40 ലക്ഷം ഉള്ളവനോ ഒന്നും ഇല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് മുന്നിൽ അവിടെ ദുരന്തം അനുഭവിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്? അവരെ എത്രയും പെട്ടെന്ന് ഏതെങ്കിലും സ്ഥലത്ത് എത്തിക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അല്ല, മൻസൂർ പറയുന്ന പോലെ 5 ലക്ഷം നഷ്ടപ്പെട്ടവന് അല്ലെങ്കിൽ 20 സെന്റ് നഷ്ടപ്പെട്ടവന് അതിന് ആനുപാതികമായി കൊടുക്കുവാൻ നമുക്ക് സാധ്യമല്ല. അല്ലെങ്കിൽ ഈ ന്യൂസ് 18 ചർച്ച കേൾക്കുന്നവര് ഒന്ന് പറയട്ടെ, അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അവിടെ വന്നിരിക്കുന്നവർ ആരൊക്കെയാണോ, പ്രയാസം അനുഭവിക്കുന്ന ആരൊക്കെയാണോ, അവർക്ക് വേണ്ട ഷെൽട്ടറുകൾ നിർമ്മിച്ചു നൽകുക. അത് മാത്രമാണ് ഞങ്ങളുടെ മുന്നിലുള്ളത്. അല്ലാതെ ആനുപാതികമായി 80 ലക്ഷം നഷ്ടപ്പെട്ടവന് 80 ലക്ഷം കൊടുക്കാനോ 5 ലക്ഷം നഷ്ടപ്പെട്ടവന് 5 ലക്ഷം കൊടുക്കാനോ പറ്റില്ല. ഇതൊരു ജനാധിപത്യ ഗവൺമെന്റാണ്. അവിടെ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാനൊരു കാര്യം പറയാം. മനുഷ്യ സഹജമായത് എല്ലാം ഞങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും തർക്കമുണ്ടോ? മൻസൂറിന് തർക്കമുണ്ടോ? കോൺഗ്രസിന്റെ പ്രതിനിധി സംസാരിച്ച ഷംസാദിന് സംശയമുണ്ടോ? ഒരു ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്നതൊക്കെയും മനുഷ്യ സഹജമായത് ഞങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ടൊന്നുമല്ല ഞങ്ങൾ അവരെ യഥാസ്ഥാനപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ മൻസൂറിന്റെ ഈ ചർച്ച കണ്ടുകൊണ്ടല്ല. മൻസൂറിന്റെ ചർച്ചയും സംസാദിന്റെ ചർച്ചയൊക്കെ അവിടെ ഇരിക്കട്ടെ. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ വിഷയവുമായി ബന്ധപ്പെട്ട്, വയനാട്ടിലുണ്ടായ ചൂരൽമലയിലുണ്ടായ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഞങ്ങളുടെ ജനങ്ങളെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനതയെ, കേരളത്തിന്റെ ഭാഗമായ വയനാട്ടിലെ ജനതയെ അവരെ യഥാസ്ഥാനപ്പെടുത്താനുള്ള പരിപാടിയായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, സാമൂഹ്യമില്ല, മറ്റൊന്നുമില്ലെന്നേ. നിങ്ങൾക്കൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഷംസാദിനും മൻസൂറിനും ഒക്കെ ചില വിഷയങ്ങളുണ്ടാകാം, ചില താല്പര്യങ്ങളുണ്ടാകാം. പക്ഷെ ഞങ്ങളുടെ ബഹുമാനായ പിണറായി വിജയൻ എന്ന് പറയുന്ന ഞങ്ങളുടെ മുഖ്യമന്ത്രിക്ക്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യാതൊരു വിധമായ വ്യക്തി താല്പര്യവുമില്ല. ശരി, ഞാൻ നേരത്തെ സൂചിപ്പിച്ച വാക്ക് ഒന്നുകൂടി പറയാം. മനുഷ്യ സഹജമായ, ശരി, സാധ്യമായതെല്ലാം ചെയ്യും എന്നതാണ് ഇടതുപക്ഷ സർക്കാരിന്റെ നയം എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ കൃഷ്ണദാസ്, ഇവിടെ ഇന്ന് വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളാണ്. ദുരന്തമുണ്ടായി 2 മാസത്തിനുള്ളിൽ ഈ അതിതീവ്ര ദുരന്തമെന്ന് 153-ാം ദിവസം പ്രഖ്യാപിച്ചത് അത് കുറച്ച് മുൻപ് ആയിരുന്നു എങ്കിൽ കേരളത്തിന് കുറച്ചുകൂടി അത് സഹായകമാകുമായിരുന്നു. അത് നിങ്ങൾ താമസിപ്പിച്ചത് കൊണ്ട് തന്നെ മറ്റ് മാർഗങ്ങളിൽ
ഫണ്ട് സമാഹരിക്കാനുള്ള സാധ്യതകൾ കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു കേരളത്തിന് എന്നതാണ് മുഖ്യമന്ത്രി ഇന്ന് ചൂണ്ടിക്കാണിച്ച കാര്യം. കേന്ദ്രത്തിൽ നിന്ന് ഒരു സഹായവും ലഭിച്ചില്ല, പ്രതീക്ഷിച്ച സഹായം ലഭിച്ചില്ല. അതിതീവ്ര ദുരന്തം എന്ന ഈ പ്രഖ്യാപനം വൈകിപ്പിച്ചതുകൊണ്ട് തന്നെ കേരളത്തിന് മറ്റേതെങ്കിലും തരത്തിലൊക്കെ ലഭിക്കാമായിരുന്ന സഹായങ്ങളുടെ സാധ്യത കൂടി അടച്ചു കേന്ദ്ര സർക്കാർ എന്ന് മുഖ്യമന്ത്രി ഇന്ന് പറയും. രേണുക, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ തന്നെ സർക്കാർ കേരള ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റിനും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾക്കും എത്രത്തോളം യോജിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രസ്താവന എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഈ സർക്കാർ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള ആ കേസിലെ അഫിഡവിറ്റിൽ പറയുന്നത് നാളിതുവരെ 77 കോടി രൂപയാണ് ആകെ ചെലവാക്കിയിട്ടുള്ളത് എന്നതാണ്. സർക്കാരിന്റെ കയ്യിൽ SDRF ഫണ്ടിൽ 700 കോടി രൂപ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ 700 കോടി രൂപ ഇരിക്കുന്നതിൽ ഏതാണ്ട് 600-ലധികം കോടി രൂപ സർക്കാരിന് 2022-2023 കാലഘട്ടത്തിലെ നേരത്തെ ഉണ്ടായ പ്രളയ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ റോഡുകൾ തകർന്നതിന്റെയൊക്കെ പണങ്ങൾ കൊടുത്തു തീർക്കാനുണ്ട് എന്നുള്ളതാണ്. എന്നാൽ പോലും സർക്കാരിന്റെ കയ്യിലിരിക്കുന്ന തുക 68 കോടി രൂപയാണ് എന്ന് പറയുന്നു. ഇത് സർക്കാർ പറയുന്നതാണ്, ഞാൻ പറയുന്നതല്ല. അതേ അഫിഡവിറ്റിൽ പറയുന്നു, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ വയനാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം കിട്ടിയിട്ടുള്ള തുക 682 കോടി രൂപയാണ്. അതിൽ നിന്ന് ആകെ ചെലവാക്കിയിട്ടുള്ളത് 7.65 കോടി രൂപയാണ്. എന്ന് പറഞ്ഞാൽ ഏകദേശം 675 കോടി രൂപ. ഈ അഫിഡവിറ്റ് കൊടുക്കുന്ന 2 ആഴ്ച മുൻപാണ് കേട്ടോ, ഏകദേശം ഡിസംബർ മാസം പകുതിയോട് കൂടിയിട്ടാണ്. ഏതാണ്ട് 675 കോടി രൂപ ആ ഇനത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഉണ്ട്. ഇനി അതിന്റെ കണക്കുകളൊക്കെ ഇവിടെ നിൽക്കട്ടെ. നമുക്ക് ഇപ്പോഴത്തെ ഒരു പ്ലാൻ പദ്ധതി സർക്കാർ എന്താ പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഏകദേശം 750 കോടി രൂപയുടെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനി അതിൽ കേന്ദ്ര ഗവൺമെന്റ് ഏത് കാര്യത്തിൽ വൈകിച്ചു എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത് എന്ന് എനിക്കറിയില്ല. ഈ സർക്കാർ പ്രത്യേകിച്ച് മന്ത്രിതല സമിതിയും അതുപോലെ തന്നെ ഇതിന്റെ ദുരന്ത ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് NDRF സംഘവും ഒക്കെ പരിശോധനകൾ നടത്തി നവംബർ മാസം പകുതിയോടുകൂടി അതിന്റെ റിപ്പോർട്ടുകൾ കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അതിനുശേഷം അത് പരിശോധിച്ചല്ലേ അതിന്റെ നടപടികൾ സ്വീകരിക്കുക. ഇനി തിരിച്ചൊരു കാര്യം ആലോചിക്കുക. ഈ സർക്കാർ ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതി വെച്ച് ബഹുമാനപ്പെട്ട രേണുക സൂചിപ്പിച്ചത് സ്ഥലം എടുക്കാൻ തയ്യാറല്ലാത്ത, ഇനി അതല്ലെങ്കിൽ ഈ പദ്ധതി അതിന്റെ ഭാഗമായി അവിടെ ഞങ്ങൾക്ക് വീട് വേണ്ട എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു കുടുംബം നഷ്ടപ്പെട്ടിട്ടുള്ള ആളെ സംബന്ധിച്ച് 15 ലക്ഷം രൂപ കൊടുക്കും എന്നുള്ളതാണല്ലോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലിരിക്കുന്ന പണവും. ഇനി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ചെലവാക്കേണ്ട പണവും നമുക്കൊന്ന് ആകെ തുകയായി പരിശോധിച്ചാൽ സർക്കാർ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ലിസ്റ്റ് പ്രകാരം അതിൽ 70ഓളം ആളുകൾ പുറത്തു നിൽക്കെ തന്നെ ഏതാണ്ട് 340ഓളം പേരുടെ ലിസ്റ്റാണുള്ളത്. ആ ലിസ്റ്റ് സംബന്ധിച്ച കാര്യങ്ങളിലേക്ക് പോവാം. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന് താങ്കൾ ഉത്തരം പറഞ്ഞില്ല. 2 മാസം ഈ എത്രയും പെട്ടെന്ന് ദുരന്തമുണ്ടായി 2 മാസത്തിനുള്ളിൽ അറിയിപ്പ് ലഭിച്ചിരുന്നെങ്കിൽ UN സ്ഥാപനങ്ങൾ, NGOകൾ എന്നിവരിൽ നിന്നും ചില അധിക സാമൂഹിക സഹായം ലഭിക്കാൻ സാധിക്കുമായിരുന്നു. കേന്ദ്രം ഇത് വൈകിപ്പിച്ചത് കൊണ്ട് മാത്രം അത് ലഭിക്കുന്ന സാഹചര്യം പോയി. മറ്റ് ദുരന്തങ്ങൾ ഉണ്ടായി രാജ്യത്ത്. അപ്പോൾ ഇനി വയനാടിനെ ആര് കാണും, ആര് സഹായിക്കും എന്നൊരു ചോദ്യമാണ്. അതിൽ താങ്കൾ മറുപടി പറഞ്ഞില്ല. മാത്രവുമല്ല, പ്രധാനമന്ത്രി വന്നു പോയിട്ടും ഈ ഒരു പ്രഖ്യാപനം ഉണ്ടാകാൻ എന്തിന് 153 ദിവസം എടുത്തു എന്നൊരു ചോദ്യം ബാക്കിയുണ്ടല്ലോ. മറ്റ് അടിയന്തര സഹായം ലഭിച്ചില്ല എന്ന ആരോപണത്തിന് പുറമെയാണ് ഇങ്ങനെ ഒരു കാലതാമസം ഉണ്ടാക്കി കേരളത്തിന് കിട്ടേണ്ടത് കൂടി ഇല്ലാതാക്കി എന്നുള്ള പരാതി. ബഹുമാനപ്പെട്ട രേണുക, നമ്മളിത് പറയുമ്പോൾ രാഷ്ട്രീയമാകാം. നമുക്ക് ഒരു പത്രസമ്മേളനത്തിൽ രാഷ്ട്രീയപരമായി എന്തും പ്രഖ്യാപിക്കാം, പറയാം. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ചെയ്യാം, ആർക്കും ചെയ്യാം. അതിലാരും തടസ്സം കാണുന്നില്ല. പക്ഷേ വാസ്തവം വേണ്ടേ? ഈ ദുരന്തമുണ്ടായതിന്റെ പിറ്റേ ദിവസം ഈ സർക്കാരിന് കൈമാറിയിട്ടുള്ളത് 145 കോടി രൂപയാണ്. ഇനി അതിന്റെ രണ്ടാഴ്ച കൂടി കഴിഞ്ഞപ്പോൾ വീണ്ടും കൊടുത്തിട്ടുള്ളത് 145 കോടി രൂപയാണ്. എന്ന് പറഞ്ഞാൽ 221 കോടി രൂപ ഈ സർക്കാരിന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി അതെല്ലാം അവിടെ നിൽക്കട്ടെ. അതിന്റെ മാനദണ്ഡങ്ങൾ പ്രകാരം ഈ പണം പിൻവലിക്കേണ്ടതിന്റെ മാനദണ്ഡങ്ങൾ പ്രകാരം ആ പണം പിൻവലിക്കാൻ കഴിയാത്ത സാഹചര്യവും കൂടി ഉണ്ടായിട്ടില്ലേ കൃഷ്ണദാസ്? അത് നിങ്ങൾ കാണാതെ പോകരുതല്ലോ. പണം എവിടെയെങ്കിലും SDRF ഫണ്ടിൽ തുകയുണ്ട് എന്ന് പറഞ്ഞ് അത് ദുരന്ത ബാധിതരുടെ കൈകളിലേക്ക് എത്തില്ലല്ലോ. അതെടുത്ത് വിനിയോഗിക്കാൻ കഴിയണ്ടേ സർക്കാരിന്? ഈ സർക്കാർ ഇന്ന് മന്ത്രിസഭാ യോഗം കൂടി ഈ പ്ലാൻ അനുവദിക്കുന്നതിന് മുൻപ്
എന്റെ അറിവിൽ ഏകദേശം ഒരു 12-ലധികം തവണ മന്ത്രിസഭാ യോഗം ചേർന്നിട്ടുണ്ട്. അതായത് പ്രത്യേകമായ ഏതെങ്കിലും സാഹചര്യങ്ങളിലല്ല, പൊതുവായി നടക്കുന്ന മന്ത്രിസഭാ യോഗങ്ങൾ. അതിലെപ്പോഴെങ്കിലും ഇതിന്റെ കണക്കുകൾ എടുക്കുകയോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതി അവതരിപ്പിക്കുകയോ ഏതെങ്കിലും നടപടി സ്വീകരിച്ചതായി നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇന്നാണ് ഇതിന്റെ ഒരു പ്ലാൻ പദ്ധതി ഞങ്ങൾ ഇതാ തയ്യാറാക്കിയിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുന്നത്. ഇനി അതൊക്കെ നിൽക്കട്ടെ, അതിൽ കാലതാമസം ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, അവർ പറയുന്ന കാലതാമസം ഞാൻ പറയുന്നില്ല. അതൊക്കെ ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായി PDNA റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി എടുക്കുന്ന നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണ്. ഇനി അതിൽ വൈകിപ്പിച്ചതിന്റെ കാരണം കേന്ദ്ര ഗവൺമെന്റ് ആണ് എന്ന് പറയുന്നതിലാണ് രാഷ്ട്രീയം. ആ രാഷ്ട്രീയം ഇത് ആരോടാ പറയുന്നത്? ഈ ദുരന്ത ഭൂമിയിൽ നിൽക്കുന്ന ആളുകളോടാണ്. ഞാൻ ആ കണക്ക് പറയാൻ പോയപ്പോഴാണ് രേണുക വിഷയത്തിലേക്ക് മാറിയത്. ഇനി 15 ലക്ഷം രൂപ വെച്ച് ഒരു കുടുംബത്തിന് കൊടുത്താൽ ഇനി 500 കുടുംബങ്ങൾ അവിടെ ആ തരത്തിൽ കിട്ടാൻ നിലവിലെ സർക്കാർ റിപ്പോർട്ടിന്റെ കൂടെ ഇനി കിട്ടാനുള്ളവരുടെ കൂടി കണക്ക് കൂടി ചേർത്തിട്ടാണ് ഞാൻ പറയുന്നത്. 500 കുടുംബങ്ങളുണ്ടെന്ന് കണക്കാക്കുക. ഈ സർക്കാരിന് ആ ഇനത്തിൽ ആകെയുള്ള എക്സ്പെൻസ് എത്രയാണ് എന്ന് പറഞ്ഞാൽ സർക്കാർ കൊടുക്കേണ്ട തുക എത്രയാണ്? 75 കോടി രൂപയാണ്. അപ്പൊ 75 കോടി രൂപ ഈ സർക്കാരിന്റെ കയ്യിൽ ഇല്ല എന്നുള്ളതാണോ ഈ പദ്ധതി നടപ്പാക്കാൻ? 675 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ. SDRF-ൽ ഫണ്ടിൽ ഇരിക്കുന്നത് 668 കോടി രൂപയാണ്. ശ്രീ കൃഷ്ണദാസ് 15 ലക്ഷം കൊടുക്കുമെന്ന് പറഞ്ഞത് ഈ ടൗൺഷിപ്പിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കാത്തവർക്ക് 15 ലക്ഷം എന്നതാണ് സർക്കാർ പറഞ്ഞത്. ഈ ടൗൺഷിപ്പിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കാത്തവർക്ക് 15 ലക്ഷം. അതല്ലല്ലോ സർക്കാർ വിഭാവനം ചെയ്യുന്ന പുനരധിവാസം, അത് ടൗൺഷിപ്പാണ്. അതിന് 750 കോടി രൂപ ചെലവാകും എന്നത് താങ്കൾ ഈ വാർത്താ സമ്മേളനം കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നതാണല്ലോ. പിന്നെന്തിനാണ് താങ്കൾ ഇങ്ങനെ ഒരു കണക്കെടുപ്പ് നടത്തുന്നത്? ബഹുമാനപ്പെട്ട രേണുക, ഞാൻ അതിനെ തിരിച്ചാണ് കണക്കെടുത്തത്. അതാണ് അങ്ങനെ വീണ്ടും തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോകരുത്. ഞാനതാ പറഞ്ഞത്. ഇതിൽ ആരും ഇപ്പോ ബഹുമാനപ്പെട്ട ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ ദുരിതം അനുഭവിക്കുന്നവരുടെ പ്രതിനിധി പറഞ്ഞല്ലോ അവർക്ക് അത് അക്സെപ്റ്റബിൾ അല്ല. ഞാനല്ലല്ലോ പറഞ്ഞത്. അവർക്ക് അക്സെപ്റ്റബിൾ അല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ കാരണം എന്താണ്? അതിൽ ഒരു പകുതി ആളുകളെങ്കിലും ആ ടൗൺഷിപ്പ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നിരിക്കട്ടെ. ഇനി നാളെ ഈ സർക്കാരിന്റെ ചോദിക്കേണ്ടത് ഞാൻ പറയട്ടെ എന്ന്. എന്തൊരു എന്തിനാ എനിക്ക് നിങ്ങളുടെ ഇന്ത്യ ഭരിക്കുന്ന BJP ഗവൺമെന്റ് നിങ്ങൾ എന്ത് കേരളത്തിന് വേണ്ടി തന്നു? അതിന് മറുപടി പറ. എന്തെങ്കിലും തന്നോ? ഈ ചർച്ച നയിക്കുന്ന രേണുകയാണെങ്കിൽ എനിക്ക് രേണുകയുടെ ശരി ശരി എന്ത് കേന്ദ്രം നൽകി, എന്താണ് വയനാടിനെ പുനരധിവസിപ്പിക്കുന്നതിൽ കേന്ദ്രത്തിന്റെ പങ്ക് എന്നത് തന്നെയാണ് നമ്മുടെ ചോദ്യം. ഞാൻ വരാം, അദ്ദേഹം പറയട്ടെ. എനിക്ക് ബഹുമാനപ്പെട്ട രേണുകയാണ് ഇതിന്റെ ആങ്കറെങ്കിൽ അങ്ങയുടെ ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയാം. മറ്റുള്ളവരുടെ പ്രഭാഷണത്തിനുള്ള ഉത്തരം ഞാൻ എന്റെ ടേണിൽ ഞാൻ പറഞ്ഞു പോക്കോളാം. അവരുടെ വീണ്ടും ഒരു ചോദ്യമോ ഉപചോദ്യമോ പ്രഭാഷണമോ ഇപ്പൊ തൽക്കാലം എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. SDRF ഫണ്ടിലേക്കുള്ള പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കിട്ടിയ പണമാണ് ഞാൻ അടുത്ത് സൂചിപ്പിച്ചത്. ഇനി അങ്ങ് ചോദിച്ചതിനുള്ള ഉത്തരമാണ് ഞാൻ തിരിച്ചു പറഞ്ഞത്. ഈ പദ്ധതി ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് പറയുന്നത് ഞാനല്ല. ഈ പദ്ധതി സ്വീകാര്യമല്ല എന്ന് പറയുന്നത് BJP അല്ല. ഈ പദ്ധതി ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് പറയുന്നത് അതിനെ ദുരിതം അനുഭവിക്കുന്ന ആളുകളാണ്. അതിന് അവർക്ക് അനുഭവമുണ്ട്. വേണ്ട എന്നല്ലല്ലോ ശ്രീ കൃഷ്ണദാസ് പറഞ്ഞത്. ഇടപെടുന്നതിൽ ക്ഷമിക്കുക. ടൗൺഷിപ്പ് വേണ്ട എന്നല്ല പറഞ്ഞത്. അതിൽ 5 സെന്റ് എന്ന് നിജപ്പെടുത്തിയതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത്. ഈ പദ്ധതി വേണ്ട എന്ന് സമരസമിതി പറഞ്ഞില്ല. താങ്കൾ അത് ശ്രദ്ധിച്ചതിൽ മിസ്റ്റേക്ക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. നമുക്ക് ഈ ഒരു ടൈം ബാൻഡ് ബ്രേക്ക് പോകാനുണ്ട്, അതിലേക്ക്. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ മൻസൂർ, താങ്കൾ ലൈനിലുണ്ടോ? ഈ ടൗൺഷിപ്പ് നിങ്ങൾ തള്ളി എന്നതാണ് BJP പ്രതിനിധി ഇവിടെ സൂചിപ്പിക്കുന്നത്. താങ്കൾ അതിലെ ഈ വസ്തുവിന്റെ അളവ് സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസം മാത്രമാണ് ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചിരുന്നത്. നോക്കൂ, ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഹോസ്പിറ്റൽ, മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഇതിനുള്ളിൽ വരുന്ന രീതിയിൽ, ഒപ്പം ഉപജീവനത്തിനായി നിങ്ങളുടെ തന്നെ അഭിപ്രായം തേടിക്കൊണ്ടുള്ള മറ്റു പദ്ധതികൾ, ഇതൊക്കെയാണ് വിഭാവനം ചെയ്യുന്നത്. ഈ ഒരു കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടായാൽ നിങ്ങൾക്ക് ഇത് പ്രതീക്ഷ നൽകുന്നത് തന്നെയാണോ? അതിനു മുമ്പ് എന്റെ മുമ്പിൽ സംസാരിച്ച ബിജോട്ടനല്ലേ? അതെ. പിന്നെ എനിക്ക് പറയാനുള്ളത്, പിന്നെ
നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രിമാർക്ക് പോലും ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നില്ല. കാരണം ദുരന്തം വന്നപ്പോൾ ദുരന്ത ബാധിതരൊക്കെ കൂട്ടിപ്പിടിച്ച ആളുകളാണ്, പിന്നെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പിന്നെ പ്രിയപ്പെട്ട മന്ത്രിമാരൊക്കെ. പക്ഷെ അതിനിടയ്ക്ക് ഇങ്ങനെയുള്ളൊരു സംസാരം എന്ന് പറയുന്നത് നമുക്ക് പിന്നെ ഇതുകൊണ്ട് എന്ത് ലാഭമാണ് ദുരന്ത ബാധിതർക്കുള്ളത്? നമ്മുടെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. സമരസമിതി എന്ന നിലക്ക് ഇന്ന് സർക്കാർ പ്രഖ്യാപിച്ച ഒരു മിനിറ്റ് എന്റെ ടൈമാണ്. സർക്കാർ പിന്നെ ഇന്ന് അനൗൺസ് ചെയ്തപ്പോൾ നമ്മുടെ ഒരു അഭിപ്രായം നമ്മൾ പറഞ്ഞു. നമുക്ക് 10 സെന്റ് പറഞ്ഞത് 5 സെന്റ് ആയിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് എതിർപ്പുണ്ട് എന്ന് പറഞ്ഞു. ടൗൺഷിപ്പിനോട് ഞങ്ങൾക്ക് ആർക്കും എതിർപ്പില്ല. ദുരന്ത ബാധിതർക്കൊന്നും ടൗൺഷിപ്പിനോട് ഒരു എതിർപ്പുമില്ല. പക്ഷെ ഇന്ന് ഇപ്പോ ബിജുവേട്ട സൂചിപ്പിച്ച പോലെ ഞങ്ങൾക്ക് എന്ത് ലാഭം? എല്ലാം നഷ്ടപ്പെട്ട ഞങ്ങൾക്ക് എന്ത് ലാഭം? ഞങ്ങൾ ജീവിക്കുന്ന സാഹചര്യത്തിനെ കുറിച്ചിട്ട് ഞങ്ങൾക്കൊരു അഭിപ്രായം പറയാൻ പാടില്ലേ? ഇത് കേൾക്കും, പ്രിയപ്പെട്ട മന്ത്രിമാരൊക്കെ കേൾക്കുന്നു. ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ബിജുവേട്ടൻ പറയുന്നത് പോലെ ഞങ്ങൾക്ക് പിന്നെ എന്ത് ലാഭമാണ് ഞങ്ങൾക്ക് ഇതിലുള്ളത്? ടൗൺഷിപ്പുമായിട്ട് ഞങ്ങൾക്ക് പിന്നെ ഒരു എതിരഭിപ്രായം ദുരന്ത ബാധിതർ ആരും പറഞ്ഞിട്ടില്ലല്ലോ. തീർച്ചയായും ഞാനും അത് തന്നെയാണ് മനസ്സിലാക്കിയത്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് BJP പ്രതിനിധി പറഞ്ഞപ്പോൾ അത് തിരിക്കുകയും ചെയ്തത്. അത് പിന്നെ വെറുതെ നമുക്ക് പ്രത്യേക ലാഭം എന്നോ അതുപോലെ ദുരന്ത ബാധിതരെ മൊത്തം അധിക്ഷേപിക്കുന്ന പോലെയാണ് പ്രിയപ്പെട്ട വിജയേട്ടൻ സംസാരിക്കുന്നത്. അത് ശരിയല്ല. അല്ലല്ല മൻസൂറെ, ഒരു മിനിറ്റ് ഞാനൊന്ന് ഇടപെട്ടോട്ടെ. അല്ല വിജയേട്ടാ, നമ്മൾ അതല്ല, ഗവൺമെന്റിന്റെ പിന്നെ ഇന്നത്തെ അനൗൺസിനെ കുറിച്ചിട്ട് 2 അഭിപ്രായം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന്, നമുക്ക് ആദ്യമേ ഞങ്ങള് പിന്നെ മുട്ടിൽ വെച്ച് നടന്ന പിന്നെ യോഗത്തിൽ വെച്ചിട്ട് ഞങ്ങൾ 15 സെന്റിൽ കുറയാത്ത ഭൂമി ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതന്ന് പിന്നെ സമ്മതിച്ചു പോയതാണെന്ന്. അതുപോലെ തന്നെ അതിന്ന് 5 സെന്റായി. അപ്പൊ ഞങ്ങൾ അഭിപ്രായം പറയണ്ടേ? ദുരന്ത ബാധിതർ എന്ന നിലയ്ക്ക് ഞങ്ങൾ അഭിപ്രായം പറയണ്ടേ? തീർച്ചയായും നിങ്ങൾ തന്നെയാണ് അതിൽ അഭിപ്രായം പറയേണ്ടത്. നിങ്ങളാണ് അവിടെ താമസിക്കേണ്ടവർ. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് തന്നെയാണ് മുഖ്യ പരിഗണന. എന്താണ് താങ്കൾക്ക് അതിൽ വിശദീകരിക്കാനുള്ളത്? മൻസൂറെ, ഞാൻ നേരത്തെ പറഞ്ഞ ഭാഗത്ത് നിന്ന് നിൽക്കുന്നു. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിങ്ങളോടൊപ്പമാണ്, വയനാടിനോടൊപ്പമാണ്, കേരളത്തിലെ ജനങ്ങളോടൊപ്പമാണ്. അതിൽ 5 സെന്റോ 10 സെന്റോ എന്നുള്ളതല്ല. നിങ്ങളെ പുനരധിവസിപ്പിക്കുക, നിങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, നിങ്ങളോടൊപ്പം നിൽക്കുക. അവിടുന്ന് ഞങ്ങൾ ആരും പിന്നോട്ട് പോയിട്ടില്ല. ഞങ്ങളോട് പറഞ്ഞതാണ് ദുരന്ത ബാധിതരുടെ മീറ്റിംഗ് കൂടിയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് വരൂ. ഞാൻ അതാണ് പറഞ്ഞത്. നിങ്ങളുടെ വിഷയങ്ങൾ പരിഹരിക്കുവാൻ ഒരു സംസ്ഥാനത്തെ ഒരു വിഷയമുണ്ടാകുമ്പോൾ ആ വിഷയത്തെ പരിഹരിച്ചുകൊണ്ട് അവിടെ രാഷ്ട്രീയമില്ലെന്നേ. ആ വിഷയത്തിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ലെന്നോ? ഇവിടെ ദുരന്ത ബാധിതർക്ക് ഒരു രാഷ്ട്രീയമില്ല. ഇന്ന് വന്ന പിന്നെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ശരി താങ്കൾ വിശദീകരിച്ചെന്നാണ് ഞാൻ തോന്നുന്നത്. ശ്രീ ആയിബി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ മൻസൂർ, ഞങ്ങൾക്ക് എന്തോ ലാഭമുണ്ട് എന്നുള്ള രൂപത്തിലാണ് സംസാരിക്കുക. അത് ശരിയല്ല. ശരി താങ്കൾ അതിന്റെ അഭിപ്രായ വ്യത്യാസം താങ്കൾ സൂചിപ്പിച്ചല്ലോ. മൻസൂർ, എനിക്ക് ഇനി അറിയേണ്ട ഒരു കാര്യം, ഇതിപ്പോൾ നാളെ മന്ത്രി കെ രാജൻ അവിടെ വരുന്നുണ്ട്. ഇതിന്റെ തുടർ പ്രവർത്തനങ്ങളുമായി വേഗം മുന്നോട്ട് പോകാൻ തന്നെ സർക്കാർ തീരുമാനിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. 25-നകം പട്ടിക എന്ന് മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നു. നമുക്കറിയാം, ആദ്യ പട്ടികയിൽ ചില ഇരട്ടിപ്പുകളും പ്രശ്നങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിച്ചിരുന്നതാണ്. ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഈ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ എങ്ങനെയാണ് സർക്കാരിനെ അറിയിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നത്? നാളെ മന്ത്രിയെ കാണുമോ? എന്താണ് നിങ്ങളുടെ മുന്നിലുള്ള മാർഗങ്ങൾ? ഞങ്ങൾ മിനിസ്റ്ററെ ബന്ധപ്പെടാൻ നാളെ ശ്രമിക്കും. നാളെ മിനിസ്റ്റർ വയനാട്ടിലുണ്ടല്ലോ. ഞങ്ങളെ എല്ലാ കാര്യങ്ങളും മിനിസ്റ്റർ കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട റവന്യൂ മന്ത്രി രാജമിനിസ്റ്റർ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അനുഭാവപൂർവ്വം പരിഗണിക്കുന്ന ആളാണ്. ഞങ്ങൾക്കറിയാം, ഓരോ വ്യക്തിനെയും അറിയുന്ന ആളാണ് പിന്നെ പ്രിയപ്പെട്ട മിനിസ്റ്റർ. അപ്പൊ ഞങ്ങൾ അവതരിപ്പിക്കും. ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ട് ഇതിൽ സർക്കാർ തിരുത്തും, മാറ്റം വരുത്തുമുള്ളത് ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. ഇതിലൊരു രാഷ്ട്രീയം ഇല്ല സാറേ. ഇതിൽ എന്ത് രാഷ്ട്രീയം? മൻസൂർ, ഇതിപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ഉള്ള 2 തരത്തിലുള്ള ഭൂമിയിലാണ് ടൗൺഷിപ്പ് സാധ്യമാകുന്നത്. അവിടെ ഇപ്പോൾ ഈ 5 സെന്റ് അനുവദിച്ചിരിക്കുന്ന ഇടത്ത് 10 സെന്റായി അല്ലെങ്കിൽ 15 സെന്റ് എന്ന് നേരത്തെ നിങ്ങൾ ആവശ്യപ്പെട്ടതിലേക്ക് എത്തണം എന്ന് നിങ്ങൾ പറയുകയാണ്. ഇത് രണ്ടും ഒരേ തരത്തിൽ പരിഗണിക്കപ്പെട്ടാൽ പോലും ഈ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ഉള്ളതുകൊണ്ട് തന്നെ 2 മൂല്യം അതിനുണ്ടാകുമല്ലോ. അത് പിന്നീട് അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയാക്കില്ലേ? എന്താ അഭിപ്രായ വ്യത്യാസം മാഡം?
ദുരന്ത ബാധിതരെ 2 കാറ്റഗറി ആയിട്ട് തിരിക്കരുത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. സർക്കാർ എന്താണോ കൊടുക്കുന്നത് അത് വീതിച്ച് നൽകുക. ഇത്രയും കുടുംബത്തിന് വീതിച്ച് നൽകുക. അതിൽ ഒരു കൽപ്പറ്റ താമസിക്കുന്ന ആളുകൾക്ക് കുറഞ്ഞ ഭൂമിയും നെടുമ്പാല താമസിക്കുന്ന ആളുകൾക്ക് കൂടുതൽ ഭൂമിയും എന്നുള്ള സംവിധാനം മാറ്റുക. ഇനിയെങ്കിലും ഞങ്ങളെ തുല്യത ഒരു നിരക്കിൽ കൊണ്ടുവരിക. സമരസമിതിയുടെ കൂട്ടായ തീരുമാനം തന്നെയാണ് അല്ലേ? കൂട്ടായ തീരുമാനം, ദുരന്ത ബാധിതരായിട്ടുള്ള സമരസമിതിയുടെ ആക്ഷൻ കമ്മിറ്റിയുടെ കൂട്ടായ തീരുമാനമാണത്. മൻസൂർ, എനിക്ക് തോന്നുന്നത് ഭൂമിയുടെ മൂല്യത്തിൽ ഈ ഒരു തുല്യത വരുത്താൻ വേണ്ടി തന്നെയാണ് സർക്കാർ ഇങ്ങനെ കണക്കാക്കിയിരുന്നതാണ് ആ കാര്യം വിശദീകരിച്ചുകൊണ്ട് ചീഫ് സെക്രട്ടറി സംസാരിച്ചപ്പോഴും മുഖ്യമന്ത്രി സംസാരിച്ചപ്പോഴും മനസ്സിലായത്. അവർ ഉദ്ദേശിച്ചതും ആ തുല്യത തന്നെയാണ്. ഞങ്ങൾക്ക് എന്ത് മൂല്യം, ഈ ദുരന്ത ബാധിതർക്ക് എന്ത് മൂല്യമാണ് ഇനിയുള്ളത്? കാരണം ഞങ്ങള് എല്ലാ മൂല്യത്തിലും കഴിഞ്ഞ ആളുകളാണ്. പ്രദേശത്തുള്ള ആളുകള് ഒരു സുപ്രഭാതത്തിലാണല്ലോ കംപ്ലീറ്റ് ഒരു നൈറ്റില് ഒത്തുപോയത്. അല്ല, അപ്പം ദുരന്ത ബാധിതരെ 2 തരത്തിലാക്കരുത്. ഈ ഭൂമി കൊടുക്കുന്നതായാലും ടൗൺഷിപ്പ് ആയാലും ഏത് തരത്തിലായാലും ഒരുമിച്ച് വേണമെന്നുള്ള ആഗ്രഹം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ടൗൺഷിപ്പിനെ സ്വാഗതം ചെയ്യുന്നു. ദുരന്ത ബാധിതരെ 2 തരത്തിൽ കാണരുത് എന്ന ഒരു കാര്യമാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ മൻസൂറിലേക്കും മറ്റ് അതിഥികളിലേക്കും എത്താം. ഒരു ഇടവേള കൂടി. വയനാട് വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ സംഷാദ് മരക്കാർ, ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുമ്പോൾ പറഞ്ഞത് മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്ക് വേണ്ടത് മൈക്രോ ലെവൽ പാക്കേജ് ആണ്. അത് ഓരോ കുടുംബങ്ങളെയും അറിഞ്ഞ് മനസ്സിലാക്കി അവർക്ക് നൽകേണ്ടുന്ന പാക്കേജ് എന്നതാണ് പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചത്. പക്ഷേ ഇതാ നോക്കൂ, നമ്മളോട് സമരസമിതി പറയുകയാണ്, ഞങ്ങളെല്ലാം ഒരുപോലെ കാണൂ, ഒരു വേർതിരിവുമില്ലാത്ത ഒരു പാക്കേജ് ഞങ്ങൾക്കായി നടപ്പാക്കൂ. അതിൽ അവർക്ക് ആവശ്യപ്പെടുന്നത് കുറച്ചുകൂടി ഭൂമി ഞങ്ങൾക്ക് അനുവദിക്കൂ എന്നത് മാത്രമാണ്. അപ്പോൾ എന്താണോ ദുരന്ത ബാധിതരുടെ ആവശ്യം, അതിനൊപ്പം രാഷ്ട്രീയ ഭേദമന്യേ നിൽക്കുക എന്നതല്ലേ നമ്മൾ ചെയ്യേണ്ടത്, അവരെ കേൾക്കുക എന്നതല്ലേ? ആ തരത്തിൽ നോക്കുമ്പോൾ ഇപ്പോൾ പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിരിക്കുന്നത് മൈക്രോ ലെവൽ പാക്കേജ് ആണ് എങ്കിൽ പോലും അതല്ല ഇവരുടെ ആഗ്രഹം, അവർ പ്രതീക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കി അവർക്കൊപ്പം നിന്ന് അത് ലഭിക്കാനായി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുക എന്നതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്? ആദ്യം ആമയൂർ ബിജു ഇടത് സഹയാത്രി തുടക്കത്തിൽ പറയുകയുണ്ടായി, സംഷാദ് മരക്കാരനും മൻസൂറിനും ഒക്കെ എന്താ പ്രത്യേക താല്പര്യം എന്നുള്ളതും. ആ താല്പര്യം സംസാരിക്കുന്ന മൻസൂറിന്റെ കുടുംബത്തില് എത്ര പേര് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ മതി. അതാണ് അദ്ദേഹത്തിന്റെ താല്പര്യം. അവർക്ക് 5 സെന്റ് ഭൂമി കൊടുത്തതിൽ കൂടുതൽ 5 സെന്റ് കൂടി വേണം എന്നുള്ള അവരുടെ ആവശ്യമാണ്. അത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഔദാര്യമായി കൊടുക്കുന്ന പോലെയൊന്നും ആമയൂർ ബിജു സംസാരിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് നാട്ടിലുള്ള മുഴുവൻ ആളുകളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയച്ച പൈസയൊക്കെയാണത്. അല്ലാതെ ഇടതുപക്ഷം ബക്കറ്റ് പിരിവ് നടത്തിയിട്ട് കൊണ്ടുവന്ന് പുനരധിവാസം നടത്തുകയല്ല വയനാട് ജില്ലയിൽ. ഒന്ന്, ഇവിടുത്തെ മന്ത്രിമാരോടും ഇവിടുന്ന് വരുന്ന ഉദ്യോഗസ്ഥരോടും ഇവരുടെ ആവശ്യങ്ങൾ പറയാറുണ്ട്, അത് അവർ പരിഗണിക്കാറുണ്ട്, അത് ചെയ്യാറുമുണ്ട്. അവരവരുടെ ആവശ്യം പറയും. അതിനകത്ത് നിലപാടെടുക്കേണ്ടത് സർക്കാരാണ്. അതൊന്ന്. 2, മനുഷ്യ സഹജമായ എല്ലാ കാര്യവും ഇവിടെ ഞങ്ങൾ ചെയ്തു ഇതൊരു 3ഓ 4ഓ തവണ ആമയൂർ ബിജു പറയുകയുണ്ടായി. എന്താ നിങ്ങൾ ഇവിടെ ചെയ്യാത്തതെന്ന് ഞാൻ പറയണം. ഇവിടെ വെള്ളാർമല സ്കൂൾ എങ്ങനെ തുറന്നത് ആമയൂർ ബിജുവിന് അറിയോ? ഇവിടെ തുടർ ചികിത്സയുടെ കാര്യം എന്താ ആമയൂർ ബിജുവിന് അറിയോ? 6 മാസം കൊടുക്കാന്ന് പറഞ്ഞ കിറ്റ് എന്തായി ആമയൂർ ബിജുവിന് അറിയോ? അപ്പൊ ഇത്തരം കാര്യങ്ങളൊന്നും ഈ ചർച്ചയിൽ പറയാതിരുന്നത്, ഇത് പുനരധിവാസത്തിന്റെ എന്തെങ്കിലും കുഴപ്പങ്ങളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ അത് തിരുത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് വെച്ചാൽ. ഇനി രേണുക ചോദിച്ച മൈക്രോ പ്ലാനിങ് മനസ്സിലാവാത്തത് എന്റെ കുറ്റമല്ല, പ്രതിപക്ഷ നേതാവിന്റെയും കുറ്റമല്ല. ഞങ്ങൾ സർക്കാരിന് മുമ്പിൽ അവതരിപ്പിച്ച മൈക്രോ പ്ലാൻ എന്ന് പറയുന്നത് ഒരു കുടുംബത്തെ ഒരു യൂണിറ്റ് ആക്കി എടുക്കുന്നു. ആ കുടുംബത്തിന്റെ നഷ്ടം എന്താണ് എന്ന് കണക്കാക്കുന്നു. വീടിന്റെ നഷ്ടം, കൃഷിഭൂമിയുടെ നഷ്ടം, അവരുടെ ഉപജീവന മാർഗം എന്തായിരുന്നു എന്ന് കണക്കാക്കുന്നു. അവരുടെ സാമ്പത്തിക ബാധ്യത എന്താണെന്ന് കണക്കാക്കുന്നു. അവിടെ എത്ര രോഗികളുണ്ടോ എന്ന് പരിശോധിക്കുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസം, അങ്ങനെ ഒരു യൂണിറ്റ് ആക്കി എടുത്തുകൊണ്ട് ആ യൂണിറ്റിന് വേണ്ട രീതിയിലുള്ള ക്രമീകരണങ്ങൾ. 10 സെന്റ് സ്ഥലം, അന്ന് അവർ ആവശ്യപ്പെട്ടത് 15 സെന്റ്. അത് തന്നെയാണ് മൻസൂറും പറഞ്ഞത്. 15 സെന്റ് സ്ഥലം
1000 സ്ക്വയർ ഫീറ്റ് വീട് അവരുടെ ഉപജീവന മാർഗത്തിനുള്ള ഈ രേണുകയോ ആമയൂർ ബിജു ഒന്ന് പറയുമോ? ഈ 5 മാസമായി മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ഉപജീവന മാർഗമായി ഇപ്പോൾ എന്താണ് മൻസൂർ പറഞ്ഞു നിർത്തിയതെന്ന് താങ്കൾ കേട്ടതാണല്ലോ. 10 സെന്റും 5 സെന്റുമായി രണ്ടായി വിഭജിക്കേണ്ട ഞങ്ങളെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓരോ വ്യക്തികളെയും ഓരോരുത്തരെയും വിഭജിച്ച് പാക്കേജ് നടപ്പാക്കാം എന്നതാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ അവർ പറയുന്നു അങ്ങനെ ഒരു വിഭജനം വേണ്ട, ഞങ്ങളെ ഒരുപോലെ കാണൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അത് ചോദിച്ചത്. രേണുക അങ്ങനെ വിഭജിക്കണ്ട, ഞാൻ പറയാത്. മൻസൂർ പറഞ്ഞത് ഭൂമിയുടെ കാര്യത്തിൽ 5 സെന്റ് സ്ഥലം 10 സെന്റ് ആക്കണം എന്നുള്ളതാണ്. ഇവരുടെ ലോൺ എഴുതി തള്ളുന്ന കാര്യമുണ്ട്. ലോൺ എഴുതി തള്ളുന്ന എങ്ങനെയാണ് രേണുക എഴുതി തള്ളുക? നമ്മൾ എല്ലാവർക്കും ഓരോ ലക്ഷമാണ് എഴുതി തള്ളുക അല്ലല്ലോ. നമ്മൾ അവരുടെ സാമ്പത്തിക ബാധ്യത 35 കോടി രൂപയാണ് ആ 3 വാർഡിലെ സാമ്പത്തിക ബാധ്യത. അതിലുള്ള ലോണുകൾ എഴുതി തള്ളണം. അതിന് മൈക്രോ പ്ലാൻ വേണ്ടേ? ഒരു കുടുംബത്തിന്റെ ബാധ്യത തന്നെ എഴുതി തള്ളേണ്ടത്. അതിന് ഓരോ ലക്ഷം വെച്ച് നിശ്ചിത തുകയാണ്. വിഭജനമൊന്നും അല്ല. രേണുകയ്ക്ക് അത് മനസ്സിലാവാത്ത എന്റെ കുറ്റമല്ല, ഞാൻ പറഞ്ഞല്ലോ. ഭൂമിയുടെ കാര്യത്തിൽ കൃഷിഭൂമി നഷ്ടപ്പെട്ട കാര്യമുണ്ടല്ലോ. താങ്കളുടെ അവസരത്തിൽ സംസാരിക്കും, എല്ലാവരും സംസാരിക്കുമ്പോൾ താങ്കൾ കയറി സംസാരിക്കും. താങ്കൾ ഒരു ബുദ്ധിജീവി മഹാനായി അവിടെ ഇരിക്കൂ. താങ്കൾക്ക് അവസരം വരുമ്പോൾ താങ്കൾ സംസാരിക്കും. ഞാൻ പറഞ്ഞത് ഈ യൂണിറ്റ് ഞാൻ പറഞ്ഞേറ്റ് താങ്കൾ മറുപടി പറഞ്ഞോളൂ സാർ. ഈ യൂണിറ്റ് എന്ന് പറയുന്നത് അവരുടെ സാമ്പത്തിക ബാധ്യത അത് ഓരോരുത്തർക്കും ഓരോന്ന് വ്യത്യസ്തമാണ്. അവരുടെ ഉപജീവനം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ഞാൻ പറഞ്ഞല്ലോ, വീടുകൾ, പക്ഷേ അവർക്ക് ആ കാര്യങ്ങളിലൊന്നും ആശങ്കയില്ല, ഞങ്ങൾക്ക് ഒരുപോലെ കണക്കാക്കൂ എന്ന് മൻസൂർ പറഞ്ഞപ്പോഴാണ് ഞാൻ അത് ചോദിച്ചത്. അവരുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനൊപ്പം നീക്കുകയല്ലേ വേണ്ടത്. നമ്മുടെ സമയം അവസാനിക്കാറായതുകൊണ്ടാണ്. ശ്രീ ആയുർ ബിജു, എന്താണ് താങ്കൾ സൂചിപ്പിക്കാൻ വന്നത്? വളരെ പെട്ടെന്ന്. ഇപ്പോൾ രണ്ടുപേരും താങ്കൾ പ്രത്യേക താല്പര്യം എന്ന് പറഞ്ഞതിനെതിരെയാണ് സംസാരിച്ചത്. ആമയൂർ ബിജു, ഞാനൊന്ന് പറയട്ടെ. ശരി ശരി ഷംസാദ്, നമ്മുടെ സമയം പോന്നു. അദ്ദേഹം പറഞ്ഞോട്ടെ. ആയുർ ബിജു പറയൂ. അല്ല ഷംസാദ്, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നഷ്ടങ്ങൾ പലർക്കും പലതരത്തിലുണ്ട്. ആ നഷ്ടങ്ങളുടെ അളവെടുത്തുകൊണ്ട് അത് പരിഹരിക്കാൻ ഒരു ഗവൺമെന്റിനാകുമോ? അങ്ങനെയാണെങ്കിൽ ഇന്ത്യ മഹാരാജ് ഭരിച്ചു. ഈ സർക്കാർ ആർക്ക് എന്ത് കൊടുത്തു ബിജു? ഈ സർക്കാർ ആർക്ക് എന്ത് കൊടുത്തു അത് പറ. ഞാൻ ആയുർ ബിജുവിനോട് ചോദിക്കുന്നു, ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് കൊടുത്തു? ബിജെപി ഗവൺമെന്റ് അല്ലല്ല കൃഷ്ണ, ഞാൻ ചോദിക്കട്ടെ, കോവിഡ് കാലഘട്ടത്തിൽ നിങ്ങൾ കൊടുത്ത അരിയുടെ പൈസ കൃഷ്ണ അല്ല ഈ ഗവൺമെന്റിന്റെ ഫണ്ടിൽ നിന്ന് കൊടുത്തോ? ഞാൻ ചോദിക്കട്ടെ, പൈസ തിരിച്ചു ചോദിച്ചവരാണ് നിങ്ങൾ. എന്തെങ്കിലും കൊടുത്തോ? വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ 2 കൃഷ്ണദാസ്, കേന്ദ്രം എന്ത് കൊടുത്തു എന്ന് ഞാൻ താങ്കളോട് ചോദിച്ചു. ആയുർ ബിജു പറഞ്ഞു നിർത്തട്ടെ, ഞാൻ താങ്കളിലേക്ക് വരാം. കേരളം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നാണ് പറഞ്ഞത്. 750 കോടിയുടെ ടൗൺഷിപ്പിനെ സംബന്ധിച്ചാണ് ഇന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. അവിടെ ജനങ്ങൾക്ക് മാസം കൊടുക്കുന്നത്, അവർക്ക് വാടക വീട് കണ്ടെത്തി കൊടുക്കുന്നത്, അവരുടെ കാര്യങ്ങൾ നോക്കുന്നത് സർക്കാരല്ലേ ഇപ്പോൾ? അല്ല, പ്ലാനൊക്കെ പേപ്പറിൽ ഉണ്ടല്ലോ. പേപ്പറിൽ അവിടെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞ പേപ്പറിൽ ഇരിക്കുന്നത് നിങ്ങൾ സഹായിക്കാത്തതുകൊണ്ടാണെന്നേ. ശ്രീ ആയുർ ബിജു, താങ്കൾ പറഞ്ഞു തീർന്നോ? അല്ല, ഞാൻ രേണുകയോട് തിരിച്ചു രേണുകയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടോ? ഈ സംസ്ഥാന ഗവൺമെന്റ് ഏതെങ്കിലും ഒരു തുക ചെലവാക്കിയതായിട്ട്, സംസ്ഥാനത്തിന്റെ ബജറ്റിൽ നിന്ന് ചെലവാക്കിയതായിട്ട് രേണുക കണക്കുണ്ടോ? അവിടുത്തെ കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ അല്ലേ ശ്രീ കൃഷ്ണദാസ് ചെയ്യുന്നത്? അല്ലാണ്ട് പ്രധാനമന്ത്രി വന്ന് ആശ്വസിച്ചു പോയതല്ലേ ഉള്ളൂ, വേറൊന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ടല്ലോ, കടം എഴുതിത്തള്ളുന്ന കാര്യത്തിൽ ഇപ്പോൾ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുമ്പോൾ കടം എഴുതിത്തള്ളുന്ന കാര്യത്തിൽ ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിന് സഹായിക്കാൻ പറ്റും. എന്ത് ചെയ്യുമോ നിങ്ങൾ? രേണുക, ഞാൻ ചോദ്യം ചോദിക്കട്ടെ, ഒറ്റ കാര്യം ചോദിക്കട്ടെ. ആ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് ആകെ എത്ര പേർക്ക് ലോൺ ഉണ്ടെന്ന് അങ്ങയുടെ കയ്യിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് പറഞ്ഞേ. എത്ര പേർക്കുണ്ട്? എത്ര പേർക്ക് ആകെ ചൂരൽമല മുണ്ടക്കൈ ഭാഗത്ത് ലോൺ ഉണ്ടെന്ന അങ്ങയുടെ കണക്ക്? എത്ര ആളുകൾക്ക്? ഒരാൾക്കുണ്ടെങ്കിൽ അത് എഴുതി തള്ളണമല്ലോ, അല്ലെങ്കിൽ അതിൽ സഹായം വേണമല്ലോ. നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തു എന്നാണോ ശ്രീ കൃഷ്ണദാസ് ചോദിക്കുന്നത്?
കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല? അതിതീവ്ര ദുരന്തം എന്നത് നിങ്ങൾ തന്നെ ചൂണ്ടിക്കാണിച്ചതല്ലേ? ഏതൊക്കെ തരത്തിൽ പിന്നോക്ക അവസ്ഥ നേരിടുന്ന ജില്ലയാണ് വയനാട് എന്നതിന്റെ കാര്യം നിങ്ങളുടെ കണക്കിൽ വരുന്നതല്ലേ? അങ്ങനെ ഒരു ജില്ലയായി കേന്ദ്ര സർക്കാർ തന്നെ കണ്ടെത്തിയിട്ടുള്ള സ്ഥലത്തുണ്ടായ അതിതീവ്ര ദുരന്തം. അപ്പോൾ അവിടെ സഹായം എത്തിക്കാനുള്ള ബാധ്യത കേന്ദ്ര സർക്കാരുണ്ട്. ബിജു അദ്ദേഹം കേൾക്കാൻ പറ്റുന്നില്ല, താങ്കൾ സംസാരിക്കുന്നുണ്ട്. എനിക്ക് ഒറ്റ കാര്യമേ അങ്ങോട്ട് സൂചിപ്പിക്കാനുള്ളൂ. അങ്ങ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ലെങ്കിൽ ഈ തരത്തിലുള്ള ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കരുത്. 320 പേരാണ് അവിടെ ആകെ ലോൺ എടുത്തിട്ടുള്ള ആളുകൾ. ഇതിൽ 33.5 കോടി രൂപയാണ് എല്ലാ ആളുകൾക്കും കൊണ്ടുള്ള ലോൺ. അതാണ് സംസ്ഥാനം സൂചിപ്പിച്ചത്. 5 കോടി രൂപയ്ക്ക് ശ്രീ കൃഷ്ണദാസ് ആ തുക എഴുതി തള്ളേണ്ടേ? അവരുടെ പ്രശ്നം പരിഹരിക്കണ്ടേ? ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ, സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ് അവിടെയുള്ള ദുരന്ത ബാധിതരുടെ കടം എഴുതി തള്ളുന്ന കാര്യത്തിൽ കേന്ദ്രം സഹകരിക്കുമോ എന്ന കാര്യം ചോദിച്ചത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെയും ഡിവൈഎഫ്ഐയുടെ രാഷ്ട്രീയം എന്റെ അടുത്തേക്ക് എടുക്കണ്ട. ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രി പറയുന്നത് നിങ്ങൾക്ക് ബാധകമല്ല, ഹൈക്കോടതി പറയുന്നത് നിങ്ങൾക്ക് ബാധകമല്ല. പക്ഷേ ഗുജറാത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ നിങ്ങളുടെ ഇതൊന്നും ആരുമൊന്നും പറയുന്നതിന് മുമ്പ് സഹായം എത്തിക്കും. ബാക്കി എല്ലായിടത്തും നിങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, നിങ്ങൾ എന്ത് കൊടുത്തു, നിങ്ങൾ എന്ത് കൊടുത്തു, ദുരന്ത സഹായ നിധിയിൽ നിന്നെടുത്ത് പൈസ കൊടുത്തോളാൻ പറഞ്ഞുകൊണ്ടിരിക്കും. സമയം അങ്ങനെ ഉപയോഗിക്കാം. കാണിച്ചപ്പോ ഞങ്ങൾക്ക് അറിയാൻ സമയം എങ്ങനെ ഉപയോഗിക്കുമ്പോൾ കാണിക്കാനായിട്ട് ബിജു രേണുക. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് രാഷ്ട്രീയം എടുക്കരുതെന്ന് പറഞ്ഞത്. ഈ സർക്കാർ തെറ്റായ കാര്യങ്ങൾ പറയരുത്, രേണുകയും പറയരുത്. 33.5 കോടി രൂപ 2025 ജൂലൈ മാസം 30-ാം തീയതി വരെ മൊറട്ടോറിയമാണ്. അല്ലാതെ രേണുകയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടോ? ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. 3320 ആൾക്കാരുടെ 33.5 കോടി രൂപയ്ക്ക് 2025 ജൂലൈ മാസം 30-ാം തീയതി വരെ മൊറട്ടോറിയമാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് കിട്ടിയത് ലോൺ എഴുതി തള്ളിയില്ലാന്ന്, അല്ലെങ്കിൽ ലോൺ മൊറട്ടോറിയം എന്ന് പറയുന്നത് മൊറട്ടോറിയം അല്ലല്ലോ, അത് എഴുതി തള്ളാനുള്ള നടപടി ഉണ്ടാകണമെന്നല്ലേ കൃഷ്ണദാസ് സൂചിപ്പിക്കുന്നത്? അത് എഴുതി തള്ളാനുള്ള നടപടി ഉണ്ടാകണമെന്നല്ലേ? അത് എഴുതി തള്ളാനുള്ള നടപടി ഉണ്ടാകണമെന്നത് മാത്രമല്ല, താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുന്നു എന്നതിനപ്പുറം അത് എഴുതി തള്ളാനുള്ള നടപടി വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. എന്താണ് താങ്കൾ ഇതിൽ പറയുന്നത് മനസ്സിലായില്ല. നിങ്ങൾ തന്നിട്ടുള്ള തുക തന്നിട്ടുണ്ട് എന്ന് തന്നെയല്ലേ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്, ഞങ്ങൾ പറയുന്നത്. പക്ഷെ അതിനപ്പുറം കേന്ദ്രം ആവശ്യപ്പെട്ടതിൽ എന്ത് കൊടുത്തു, എന്ത് കൊടുക്കും, അതാണ് അറിയേണ്ടത്. 750 കോടിയുടെ പാക്കേജ് സംസ്ഥാനം പ്രഖ്യാപിക്കുമ്പോൾ കേന്ദ്രത്തിന് അതിന് എങ്ങനെ സഹായമായി നിൽക്കാൻ കഴിയും എന്നതല്ലേ ചോദ്യം. അതിൽ ഒരു വാക്ക് പോലും താങ്കൾ പറഞ്ഞില്ലല്ലോ. ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനം ഇതുവരെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലല്ലോ. 145.6 കോടി രൂപ വീതം 2 തവണ കൊടുത്തു. 153.7 കോടി രൂപയ്ക്ക് വീണ്ടും സാക്ഷനായി. ഇത് രണ്ടും ഞാൻ പറഞ്ഞല്ലോ. അത് അവിടെ ഇരിക്കുകയാണ്, അതെടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അത് അവിടെ ഇരിക്കുകയാണ്, അതെടുത്ത് ഉപയോഗിക്കാൻ മാനദണ്ഡങ്ങൾ അനുവദിക്കുന്നില്ല. ന്യൂസ് 18 പോലുള്ള ഒരു ചാനലിൽ ഇരുന്നു കൊണ്ട് അങ്ങയുടെ രാഷ്ട്രീയം പറയാനാണെങ്കിൽ മേലാൽ ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കരുത്. അങ്ങേക്ക് രാഷ്ട്രീയം ശ്രീ കൃഷ്ണദാസ് ഇങ്ങനെ പറയേണ്ടി വരുന്നത് നിങ്ങളുടെ രാഷ്ട്രീയം, ഓരോ സംസ്ഥാനങ്ങളെയും നിങ്ങളുടെ രാഷ്ട്രീയം നോക്കി കാണുന്നത് കൊണ്ടാണ് ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. അത് കാണുന്നവർക്കെല്ലാം കാണാം. അത് ബജറ്റ് അവതരിപ്പിക്കുന്നതാണെങ്കിലും ദുരന്ത ബാധിതരെ കാണുന്നതിലും നിങ്ങൾക്ക് ആ രാഷ്ട്രീയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. എന്റെ സമയം പൂർണ്ണമായി അവസാനിക്കുന്നത് കൊണ്ടാണ് ശ്രീ കൃഷ്ണദാസ് എനിക്ക് ഇടപെടേണ്ടി വരുന്നത്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഈ കാര്യത്തിൽ സമരസമിതിക്കുള്ള ആശങ്കകൾ സർക്കാർ കാണുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കുറച്ചുകൂടി വേഗത്തിൽ പുനരധിവാസ പാക്കേജുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ മന്ത്രി വയനാട്ടിലെത്തുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ മന്ത്രിയെ ധരിപ്പിക്കുമെന്ന് സമരസമിതിയുടെ നേതാവ് മൻസൂർ തന്നെ നമ്മളോട് സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ദുരന്ത ബാധിതരെ കണ്ടുകൊണ്ട് സർക്കാർ ഇതിൽ വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്തി തന്നെ ഈ പദ്ധതി നടത്തിപ്പുമായി മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാ അതിഥികൾക്കും നന്ദി. വയനാട്